التمسك بالأثر نجاه. وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، واشهد ان لا اله الا الله وحده لا شريك له، واشهد ان محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ പഠിക്കുക എന്നത് അതിമഹത്തരമായ ഇബാദത്തുകളിൽപ്പെട്ടതാണ്. എന്നാൽ ദീൻ പഠിക്കുന്ന ആളുകൾ പാലിക്കേണ്ട ധാരാളക്കണക്കിന് അദബുകളുണ്ട്, മര്യാദകൾ. മുൻഗാമികളായ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, തഅദ്ദബു ഖബ്ല അൻ തതഅല്ലമു. നിങ്ങൾ ഇൽമു പഠിക്കുന്നതിന് മുൻപ് അദബാണ് പഠിക്കേണ്ടത്. അദബ് ഇല്ലാതെ ഒരാൾ ദീൻ പഠിച്ചാൽ ചിലപ്പോൾ അവനെ കൊണ്ട് ഉപകാരത്തെക്കാൾ കൂടുതൽ ഉപദ്രവമാണ് അവന് തന്നെയും അവൻ്റെ ചുറ്റുപാടുള്ള ആളുകൾക്കും ഉണ്ടാവുക. അതുകൊണ്ട് ഇൽമു പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അദബ്, മര്യാദകൾ അവൻ്റെ വ്യക്തി ജീവിതത്തിലും അവൻ്റെ ചുറ്റുപാടുമുള്ളവരോടും ഉസ്താദുമാരോടും സഹപാഠികളോടും വീട്ടിലുള്ളവരോടും ചുറ്റുമുള്ള ആളുകളോടും ഇനി അവനിൽ നിന്ന് നാളെ പഠിക്കാൻ വരുന്ന ആളുകളോടുമൊക്കെ അവൻ പാലിച്ചിരിക്കേണ്ട അദബുകളെക്കുറിച്ച് അവന് അറിവുണ്ടായിരിക്കണം. മുൻഗാമികൾ ധാരാളം പേർ പറഞ്ഞതായി കാണാം, നഹ്നു ഇലാ ഖലീലിൻ മിനൽ അദബി അഹ്വജ് മിന്ന ഇലാ കസീരിൻ മിനൽ ഹദീസ്. ധാരാളം ഹദീസുകൾ അറിഞ്ഞവരെ ഉണ്ടാക്കുക എന്നതിനേക്കാൾ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് അദബ് ഉള്ള ആളുകൾ ഉണ്ടാവുക എന്നതാണ്. കുറേ ഹദീസ് പഠിച്ചിട്ടുണ്ട്, പക്ഷേ അദബ് തീരെയില്ല എങ്കിൽ അത് പലപ്പോഴും അവന് തന്നെയും അവൻ്റെ ചുറ്റുപാടുമുള്ളവർക്കും ഉപകരിക്കുകയില്ല. അതുകൊണ്ട് ദീൻ പഠിക്കാൻ പോകുന്ന കുട്ടികളെ അവരുടെ രക്ഷിതാക്കൾ, ഉമ്മമാരും ഉപ്പമാരുമൊക്കെ അവർ തങ്ങളുടെ മക്കളോട് പറഞ്ഞു വിടാറുണ്ടായിരുന്നു, നിങ്ങൾ ഉലമാക്കളെയും ഫുഖഹാക്കളെയും വിടാതെ പിന്തുടരുക. അവരുടെ ഇൽമ് കരസ്ഥമാക്കുന്നതിനോടൊപ്പം അവരുടെ അദബും സംതും സ്വഭാവ മര്യാദകളും നിങ്ങൾ അവരിൽ നിന്ന് പഠിച്ചെടുക്കണം. ഇത് മുൻഗാമികളായ രക്ഷിതാക്കൾ മക്കളെ പറഞ്ഞേക്കുമ്പോൾ പഠിപ്പിക്കാറുണ്ടായിരുന്ന കാര്യമാണ്. ചെറിയ കുട്ടികളെ രക്ഷിതാക്കൾ അവരുടെ ചെറിയ പ്രായത്തിൽ അദബ് പഠിപ്പിക്കാൻ ശ്രദ്ധിക്കേണ്ടതുപോലെ ദീൻ പഠിക്കാൻ വന്നെത്തുന്ന കുട്ടികളെ അവരുടെ ആരംഭത്തിൽ അദബിൻ്റെ കാര്യം ശ്രദ്ധിച്ചു വളർത്തിക്കൊണ്ടുവരാൻ അവരെ പഠിപ്പിക്കുന്നവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അദബില്ലാത്ത ഒരു വിദ്യാർത്ഥിയെ വളർത്തിയെടുത്താൽ അവനെ കൊണ്ട് പലപ്പോഴും വലിയ പ്രയാസങ്ങൾ ഉണ്ടാകും. ജനങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിനെ തെറ്റിദ്ധരിക്കാൻ വരെ അത് കാരണമാകും. ചില പണ്ഡിതന്മാർ പറഞ്ഞത് എത്ര സത്യമാണ്. അവർ പറഞ്ഞു, അൽ അദബു അൽ കസീർ യസ്തുറു ഖില്ലത്തൽ ഇൽം ഔ യസ്തുറു ഖലീലൽ ഇൽം. ധാരാളം അദബ് ഒരാളിലുണ്ട് എന്നത് ചിലപ്പോൾ അയാളിലെ അറിവ് കുറവിനെ മറച്ചു പിടിക്കാൻ സഹായിക്കുന്നതാണ്. ഒരു മനുഷ്യന് അറിവ് കുറച്ചാണ്, പക്ഷെ നല്ല അദബുണ്ട് എങ്കിൽ അവൻ്റെ വിജ്ഞാനത്തിലുള്ള കുറവ് പരിഹരിക്കാൻ ചിലപ്പോൾ അവൻ്റെ അദബ് കൊണ്ട് സാധിക്കും. എന്നാൽ നേരെ തിരിച്ചിത് സാധിക്കുകയില്ല. ഖില്ലത്തുൽ അദബ് ലാ യസ്തുറു കസീറൽ ഇൽം. ധാരാളം വിജ്ഞാനമുള്ള ഒരുത്തനാണെങ്കിൽ പോലും അവനെ മറച്ചു പിടിക്കാൻ അദബ് കുറഞ്ഞ ഒരു അവസ്ഥയാണ് അവനിലുള്ളത് എങ്കിൽ അതുകൊണ്ട് സാധിക്കുകയില്ല. ധാരാളം വിജ്ഞാനമുണ്ട്, പക്ഷെ മര്യാദയില്ലെങ്കിലോ അദബുകൾ പെരുമാറാൻ അറിയില്ലെങ്കിലോ അവൻ്റെ ഇൽമു ചിലപ്പോൾ അവന് തന്നെയും പ്രയാസമാകും, അവൻ്റെ ചുറ്റുപാടുമുള്ളവർക്കും അത് പ്രയാസം സൃഷ്ടിക്കും.
അതുകൊണ്ടാണ് അദബിൻ്റെ വിഷയത്തിൽ ധാരാളം ഗ്രന്ഥങ്ങൾ പണ്ഡിതന്മാർ രചിച്ചത്. വലിയ വലിയ കിതാബുകൾ കാണാം, മൻദൂമകൾ കാണാം. അതുപോലെ തന്നെ ചെറിയ മുഖ്തസറാത്തുകൾ കാണാം. ഇബ്നു മുലഖിൻ അദ്ദേഹത്തിന് അൽ ആദാബു ശർഇയ്യ എന്ന ഗ്രന്ഥമുണ്ട്. അതുപോലെ തന്നെ മൻദൂമത്തുൽ ആദാബ് എന്ന പേരിൽ ഹംബലി മദ്ഹബിൽ അദബ് പഠിപ്പിക്കുന്ന അൽഫിയ ഉണ്ട്. അത് തന്നെ അൽ മൻദൂമത്തു സുഗ്റ എന്ന പേരിൽ ചുരുക്കിയിട്ടുണ്ട്. ഇങ്ങനെ അദബ് പഠിപ്പിക്കുന്ന ധാരാളം കിതാബുകളുണ്ട്. നിങ്ങൾ വായിച്ചിരിക്കേണ്ട കിതാബുകളാണ് ഇവയൊക്കെ. പ്രത്യേകിച്ച് അറബി അറിയുന്ന കുട്ടികളെ വായിച്ചു തുടങ്ങണം. അതുപോലെ അഖ്ലാഖ് ഹമലത്തുൽ ഖുർആൻ. അഖ്ലാഖ് ഹമലത്തുൽ ഖുർആൻ എന്നത് അജൂറിയുടെ കിതാബാണ്. അതിൻ്റെ ഒരു ചുരുക്കരൂപം തഹദീബായി ഇറങ്ങിയിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഒരാൾക്ക് തുടക്കത്തിൽ വായിക്കാവുന്നതാണ്. അഖ്ലാഖ് ഹമലത്തുൽ ഖുർആൻ ഹദീസിൻ്റെ റിവായത്തുകൾ ധാരാളം അധികരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഖതീബുൽ ബഗ്ദാദിയുടെ കിതാബ് അൽ കിഫായ. അതുപോലെ തന്നെ വേറെയും കിതാബുകൾ, ഇബ്നു ജമാഅ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ മനോഹരമായ ഗ്രന്ഥമാണത്. ഇബ്നു ജമാഅ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ അദബിൻ്റെ വിഷയത്തിലുള്ള ഗ്രന്ഥം തദ്കിറത്തുസ് സാമിഅ എന്ന ഗ്രന്ഥം, ഇത് വളരെ മനോഹരമായ ഗ്രന്ഥമാണ്. 5 അബ്വാബുകളായി തിരിച്ച് ഒരു ആലിം പാലിച്ചിരിക്കേണ്ട മര്യാദകൾ, ഒരു മുതഅല്ലിം പാലിച്ചിരിക്കേണ്ട മര്യാദകൾ, കിതാബുകളോടുള്ള മര്യാദകൾ, മദ്രസയിൽ പാലിക്കേണ്ട അദബുകൾ, സഹപാഠികളോട് പാലിക്കേണ്ട അദബുകൾ എന്നിങ്ങനെ നല്ല കിതാബ് തദ്കിറത്തുസ് സാമിഅ വൽ മുതകല്ലിം എന്ന ഗ്രന്ഥം. ഇതുപോലെ അദബിൻ്റെ വിഷയത്തിൽ രചിക്കപ്പെട്ട അനേകം കിതാബുകളുണ്ട്. അതുപോലെ തന്നെ ബുലൂഗുൽ മറാമിൽ അതിൻ്റെ അവസാനത്തെ ബാബ് അൽ ജാമിഉ ഫിൽ ആദാബ് എന്ന പേരിൽ ഇബ്നു ഹജർ അസ്ഖലാനി അദബിന് മാത്രമായി മാറ്റിവെച്ചത് കാണാം. ഷെയ്ഖ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് അദ്ദേഹത്തിന് അതുമാത്രം വിശദീകരിക്കുന്നതിനായി ഒരു കിതാബുണ്ട്. അൽ ജാമിഉ ഫിൽ ആദാബ് എന്ന പേരിൽ ബുലൂഗുൽ മറാമിൻ്റെ അവസാനത്തിൽ അദബുമായി ബന്ധപ്പെട്ട ഹദീസുകൾ മാത്രം വിവരിക്കുന്ന കിതാബുണ്ട്. നമ്മൾ ഇൻഷാ അല്ലാഹ് ഇവിടെ എടുക്കാൻ പോകുന്നത് ഹാഫിദ് അൽ ഹകമി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ അൽ മീമിയ എന്ന കവിതയിൽ നിന്നുള്ള ചില വരികൾ മാത്രമാണ്. എല്ലാ വരികളും നമ്മൾ എടുക്കുന്നില്ല, വലിയ കവിതയാണ്. പക്ഷെ അതിൽ നുബ്സത്തുൻ ഫി വസിയ്യത്തി താലിബുൽ ഇൽമി ബിൽ ആദാബ്, താലിബുൽ ഇൽമിനോടുള്ള ചില വസിയ്യത്തുകൾ എന്ന പേരിൽ അദ്ദേഹം ഒരു ഹെഡിങ് നൽകിയതിന് ശേഷം പറഞ്ഞ ചില വരികളാണ് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കുന്നത്. അതിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞു, യാ താലിബൽ ഇൽമി ലാ തബ്ഗി ബിഹി ബദല ഫഖദ് ളഫിർത വറബ്ബിൽ ലൗഹി വൽ ഖലമി. യാ താലിബൽ ഇൽം, അല്ലയോ ദീൻ പഠിക്കുന്ന, ഇൽമ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന മതവിദ്യാർത്ഥികളെ, യാ താലിബൽ ഇൽം ലാ തബ്ഗി ബിഹി ബദല, നീ ഒരിക്കലും ഇൽമിന് പകരമായി മറ്റൊന്നും ഒരിക്കലും തേടരുത്. വിജ്ഞാനത്തിനു പകരം അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുക എന്നതിനു പകരമായി, ഖുർആൻ പഠിക്കുക, ഹദീസ് പഠിക്കുക എന്നതിനു പകരമായി നീ ഒരിക്കലും മറ്റെന്തെങ്കിലും കാര്യം പകരം വെക്കരുത്. ഫഖദ് ളഫിർത വറബ്ബിൽ ലൗഹി വൽ ഖലമി, നീ ഈ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുക എന്ന വഴിയിൽ നീ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഫഖദ് ളഫിർത, നീ തേടുന്ന ലക്ഷ്യം എന്താണോ അത് നിനക്ക് നേടിപ്പിടിക്കാൻ സാധിക്കും. വറബ്ബിൽ ലൗഹി വൽ ഖലമി, ലൗഹിൻ്റെയും ഖലമിൻ്റെയും റബ്ബ് തന്നെയാണ് സത്യം, നീ സംശയിക്കേണ്ടതില്ല. ദീൻ പഠിക്കുന്ന മാർഗത്തിലാണ് നീ നിലകൊള്ളുന്നത് എങ്കിൽ ഉറപ്പായും നിൻ്റെ ലക്ഷ്യം നിനക്ക് നേടിപ്പിടിക്കാൻ സാധിക്കും. അൽ അല്ലാമത്തു ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ, മൻ അറാദ ദുനിയ ഫഅലൈഹി ബിൽ ഇൽം വമൻ അറാദ അൽ ആഖിറത ഫഅലൈഹി ബിൽ ഇൽം വമൻ അറാദ ദുനിയ വൽ ആഖിറത ഫഅലൈഹി ബിൽ ഇൽം. ആരെങ്കിലും ദുനിയാവ് ഉദ്ദേശിക്കുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ അള്ളാഹു ഒരാൾക്ക് ആദരവ് നൽകണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ഫഅലൈഹി ബിൽ ഇൽം, അവൻ ഇൽമു പഠിക്കട്ടെ. വമൻ അറാദ അൽ ആഖിറത ഫഅലൈഹി ബിൽ ഇൽം, ആരെങ്കിലും പരലോകം ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ ഇൽമു പഠിക്കട്ടെ. വമൻ അറാദ ദുനിയ വൽ ആഖിറത ഫഅലൈഹി ബിൽ ഇൽം,
ആരെങ്കിലും ദുനിയാവും ആഖിറവും ഒരുമിച്ച് നേടിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കട്ടെ. ദീനി പഠനത്തിന് പകരമായി മറ്റൊന്ന് സഹോദര നീ പകരം വെക്കരുത്. നോക്കൂ, ഈ കിതാബിൽ ഈ വരിയിൽ അദ്ദേഹം ആരംഭിച്ചത് തന്നെ യാ താലിബൽ ഇൽമി എന്ന്. യാ താലിബൽ ഇൽമി, എത്ര മനോഹരമായ വിശേഷണമാണ്. ആ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് ഇതാ ഞാനിവിടെ ഉണ്ട്, യാ താലിബൽ ഇൽം എന്ന് പറഞ്ഞാൽ ഞാൻ താലിബുൽ ഇൽമാണ് എന്നൊരാൾക്ക് പറയാൻ സാധിക്കുക എന്നത് എത്ര മഹത്തരമായ സ്ഥാനമാണ്. വിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ ധാരാളക്കണക്കിന് സന്ദർഭങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു തആല പുകഴ്ത്തിയ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുകഴ്ത്തിയ മഹത്തരമായ സ്ഥാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന. ആരെങ്കിലും ഇൽമിൻ്റെ വഴിയിൽ പ്രവേശിച്ചാൽ, സുബ്ഹാനല്ലാഹ്, നോക്കൂ നിങ്ങൾ, ഒരാൾ ഇൽമ് ഇത്ര തേടിയാൽ എന്നല്ല, വലിയ വലിയ വിജ്ഞാനം നേടിപ്പിടിച്ചാൽ എന്നല്ല, മൻസലക്, ഒരാൾ പ്രവേശിച്ചാൽ മതി, ദീൻ പഠിക്കുന്ന ഒരു വഴിയിൽ പ്രവേശിച്ചാൽ മതി. ഒരു കിതാബ് എടുത്ത് വായിക്കാൻ തുടങ്ങിയാൽ, അവൻ്റെ കോളേജിലേക്ക്, ദീൻ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തിലേക്ക് അവൻ യാത്ര ചെയ്യാൻ ഇറങ്ങിത്തിരിച്ചാൽ, ഖുർആൻ എടുത്ത് വായിക്കാൻ തുടങ്ങിയാൽ, തഫ്സീർ വായിക്കാൻ തുടങ്ങിയാൽ, ബഹ്സിലും മുതാലഅത്തിലുമായി കഴിഞ്ഞാൽ, അന്വേഷണത്തിലും പരിശോധനയിലുമായി കഴിഞ്ഞാൽ, ദീൻ പഠിക്കുന്നതിന് മുദാഖറയിലായി കഴിഞ്ഞാൽ, ഹിഫ്ളിലായി കഴിഞ്ഞാൽ, മൻസലക തരീഖൻ, ദീൻ പഠിക്കുന്ന ഒരു വഴിയിൽ ഒരാൾ പ്രവേശിച്ചാൽ, സഹലല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന, അള്ളാഹു അവന് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കുന്നതിന് കഴിഞ്ഞോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇന്ന താലിബൽ ഇൽമി യസ്തഗ്ഫിറു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ് ഹത്ത അൽ ഹീതാനു ഫിൽ മാ വഹത്ത അൻ-നംല ഫീ ജുഹരിഹാ. ദീൻ വിദ്യാഭ്യാസം അന്വേഷിക്കുന്ന താലിബുൽ ഇൽമിന്, നോക്കൂ, ഈ കവിതയിൽ വിളിച്ചതിൻ്റെ താലിബുൽ ഇൽമെന്ന് നീ സ്വയം ചിന്തിക്കുക. ഷേഖ് അവറുകളുടെ ആ താലിബുൽ ഇൽം എന്നാണ് വിളിച്ചത്. നീ പറഞ്ഞു വിളിക്ക അർഹനാണ്? നീ ഇൽമ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ടോ? ഇവിടെ കോളേജിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്, മർക്കസ് മഹദിലൊക്കെ പഠിക്കുന്ന കുട്ടി. നിങ്ങൾ സ്വയം ചിന്തിക്കുക, നീ ഒരു താലിബുൽ ഇൽമാണോ? നീ ഇൽമിനെ അന്വേഷിച്ചുകൊണ്ട് തന്നെ നടക്കുന്നവനാണോ? അതല്ല ഈ കോളേജിൽ ചേർന്നോ, അപ്പം അങ്ങനെ പഠിപ്പിക്കുന്നു, എന്തെങ്കിലും പഠിച്ചു പോകണം, അങ്ങനെയാണോ? അതല്ല നിന്റെ പഠനത്തിൻ്റെ ഉദ്ദേശം ഇൽമ അന്വേഷിച്ച് കണ്ടെത്തുക എന്നത് തന്നെയാണോ? ആ വിളിക്ക് ഉത്തരം നൽകാൻ ഞാൻ താലിബുൽ ഇൽമാണ്, ഞാൻ ഇൽമാണ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഉത്തരം പറയാൻ നിനക്ക് സാധിക്കുമോ? ശരിക്കും സ്വയം ചോദിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, വഇന്ന താലിബൽ ഇൽമി യസ്തഗ്ഫിറു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ്. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവർ ഒരു ദീനി വിദ്യാഭ്യാസം അന്വേഷിക്കുന്ന ഒരു മതവിദ്യാർത്ഥിക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടുന്നതാണ്. ചില പണ്ഡിതന്മാർ ആ ഹദീസിനെ വിശദീകരിച്ചപ്പോൾ അവർ പറഞ്ഞു, അതിൻ്റെ കാരണം എന്താണ്? കാരണം താലിബുൽ ഇൽം, ദീൻ പഠിക്കുന്ന ആളുകൾ, അവരാണ് ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള സർവ്വജീവികളോടുമുള്ള ഹുഖൂഖുകൾ, ബാധ്യതകൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അവരാണ് നീതിയെക്കുറിച്ച് പറയുന്നത്, അവരാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ബാധ്യത ഓർമ്മപ്പെടുത്തുന്നത്, അവരാണ് ആകാശഭൂമികളെ നിലനിർത്തുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദ അതിനുവേണ്ടി നിലകൊള്ളുന്നതാണ്. അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദ, അതുപോലെ അതിൻ്റെ തുടർച്ചയായി ദീനിൻ്റെ ബാക്കി എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനെക്കുറിച്ച് സംസാരിക്കുന്നവർ താലിബുൽ ഇൽമിങ്ങളാണ്. അവരാണത് പഠിക്കുന്നത്, അവരാണ് പറഞ്ഞു കൊടുക്കുന്നത്. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അഅ്മാലു അൽ മുജാഹിദീൻ വൽ മുതസദ്ദിഖീൻ വൽ മുസല്ലീൻ വസ്സായിമീൻ, ജിഹാദ് ചെയ്യുന്ന ആളുകൾ, സദഖ ചെയ്യുന്ന ആളുകൾ, നിസ്കരിക്കുന്ന ആളുകൾ, നോമ്പെടുക്കുന്ന ആളുകൾ, വൽ ഹജ്ജാജ് വൽ മുഅ്തമിരീൻ, ഹാജിമാർ, മുഅ്തമിരീങ്ങൾ, ഇവരുടെ എല്ലാവരുടെയും അമാലുകൾ, ഇവരുടെ എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ ഫി സഹാഇഫിൽ ഉലമാ, പണ്ഡിതന്മാരുടെ ഏടുകളിലുണ്ട്. ഒരാൾ ഹജ്ജ് ചെയ്താൽ അത് ഇയാളുടെ ഏടിലുണ്ട്, ഒരാൾ സദഖ ചെയ്താൽ അത് ഇയാളുടെ ഏടിലുണ്ട്, ഒരാൾ നിസ്കരിച്ചാൽ ഇത് ഇയാളുടെ ഏടിലുണ്ട്. കാരണം
ഇയാളാണ് ഇത് പറഞ്ഞു കൊടുക്കുന്നത്, ഇയാളാണ് അതിലേക്ക് അവരെ നയിച്ചു കൊണ്ടുപോയത്. ഒരു സഹോദര, താലിബുൽ ഇൽമ് എന്ന പദവി മഹത്തരമായ പദവിയാണ്. എത്രയോ നന്മകൾ നേടിയെടുക്കാൻ കഴിയുന്ന വഴിയാണ്. സലഫുകൾ, മുൻഗാമികൾ ചിലർ അവരോട് ചോദിച്ചു, മരിക്കുന്നതിന് മുൻപ് നിനക്ക് ഇനി ഒരൊറ്റ അമൽ മാത്രം ചെയ്യാൻ അവസരമുണ്ട് എന്ന് നിന്നോട് പറഞ്ഞാൽ നീ എന്ത് ചെയ്യും? ഇനി ഒരൊറ്റ അമലിന് മാത്രമേ അവസരമുള്ളൂ. മുൻഗാമികൾ ചിലർ പറഞ്ഞേക്കാം, നശ്റുൽ ഇൽം, ഞാൻ അവർക്ക് ദീൻ പറഞ്ഞു കൊടുക്കും. എനിക്ക് ഒരൊറ്റ അമൽ മാത്രമേ ഇനി ബാക്കിയുള്ളൂ എങ്കിൽ അതെന്താണ്? അള്ളാഹുവിൻ്റെ ദീനിലെ ഒരു വിജ്ഞാനം പകർന്നു കൊടുക്കുക എന്നതായിരിക്കും. കാരണം നോക്കൂ, ദീൻ പകർന്നു കൊടുക്കുക എന്നത്, ദീൻ പഠിക്കുക, ഇത് മഹത്തരമായ ഇബാദത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇന്ന താലിബൽ ഇൽമി തഹുഫുൽ മലായിക റിദൻ ബിമാ യസ്ന വഇന്നൽ മലായികത ലതദഉ അജ്നിഹതഹാ റിദൻ ബിമാ യസ്ന. മലക്കുകൾ ദീൻ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവരുടെ ചിറകുകൾ താഴ്ത്തി കൊടുക്കുന്നത്. സഹോദര, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ ഹക്കാണ്. മലായികത്ത് ദീൻ പഠിക്കുന്നവർക്ക് അവരുടെ ചിറകുകൾ താഴ്ത്തി കൊടുക്കും. അള്ളാഹു എത്ര വലിയ ഫദ്ലാണ് അവർക്ക് നിശ്ചയിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ കാര്യം ഹക്കാണ്, യാതൊരു സംശയമില്ലത്. അൽ ഖുർത്തുബി റഹിമഹുല്ലാ അദ്ദേഹം ഈ ഹദീസ് ചേർത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, കാരണം മലക്കുകളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരുടെ പിതാവായ ആദം അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന് സുജൂദ് ചെയ്യാൻ അള്ളാഹു കൽപ്പിച്ചത് എപ്പോഴാണ്? ആദമിൻ്റെ ഇൽമു പ്രകടമാക്കിക്കൊണ്ടാണ്. എപ്പോഴെല്ലാം ആദമിൽ പ്രകടമായ ഇൽമിൻ്റെ അടയാളം അദ്ദേഹത്തിൻ്റെ സന്താനങ്ങളിൽ പ്രകടമാകുന്നോ അപ്പോഴെല്ലാം മലക്കുകൾ അവർ അന്ന് സുജൂദ് ചെയ്തതിൻ്റെ ഭാഗമായി, അതിൻ്റെ ബാക്കി പത്രം എന്നോണം അവർ ദീൻ പഠിക്കുന്നവരെ ആദരിക്കുന്നതാണ്, അവരെ സഹായിക്കുന്നതാണ്. കാരണം അന്ന് ആദമിൻ്റെ ശ്രേഷ്ഠത മലക്കുകൾക്ക് അള്ളാഹു ബോധ്യപ്പെടുത്തി. എന്താ ശബ്ദം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു? കുറച്ച് വെച്ചാണ് നോക്കൂ, ആദം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ശ്രേഷ്ഠത മലക്കുകൾക്ക് മുൻപിൽ അള്ളാഹു എടുത്തു കാണിച്ചത് എങ്ങനെയാണ് അള്ളാഹു അത് എടുത്തു കാണിച്ചത്? അദ്ദേഹത്തിൻ്റെ ഇൽമു കാണിച്ചുകൊണ്ടാണ്. നോക്കൂ, ആ ആയത്തിൻ്റെ തഫ്സീറിൽ ഇബ്നുൽ ഖയ്യിമിനെ പോലുള്ള ചിലർ പറഞ്ഞതായി കാണാം, മനുഷ്യർ മലക്കുകളുടെ മുൻപിൽ പല നന്മകളിലും പിറകിലാണ്. അവർ യുസബ്ബിഹൂന അല്ലൈല വന്നഹാറ ലാ യഫ്തുറൂൻ, രാവെന്ന പകലെന്ന വ്യത്യാസമില്ലാതെ അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലുന്നവരാണ്. അവർ ശക്തിയുള്ളവരാണ്. മതീൻ, ശക്തിയുള്ളവരാണ് മലക്കുകൾ. അമീൻ. അതുപോലെ തന്നെ ഭംഗിയുള്ളവരാണ് മലക്കുകൾ. മനുഷ്യന്മാരെക്കാൾ ഭംഗിയുള്ള ആൾക്കാരാണ് പൊതുവെ മലക്കുകൾ. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തെ കണ്ടപ്പോൾ ആ നാട്ടിലുള്ള സ്ത്രീകൾ എന്താ പറഞ്ഞത്? മാ ഹാദ ബശറ ഇൻ ഹാദ ഇല്ല മലക്കുൻ കരീം. യൂസുഫിന്റെ ഭംഗി കണ്ടപ്പോൾ അലൈഹി സ്വലാത്തു വസ്സലാം അവർ പറഞ്ഞത് മാ ഹാദ ബശറ, ഒരു മനുഷ്യനല്ല, ഇൻ ഹാദ ഇല്ല മലക്കുൻ കരീം, മലക്കാണ് എന്ന്. ജിബ്രീലിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞു ദൂ മിർറത്തിൻ ഫസ്തവ. ദൂ മിർറ, ദൂ ജമാൽ, ഭംഗിയുള്ളയാളാണ്. നോക്കൂ, അവർക്ക് വേഗത കൂടുതലുണ്ട്, വലുപ്പം കൂടുതലുണ്ട്, ശക്തി കൂടുതലുണ്ട്. ഇങ്ങനെ എല്ലാ കാര്യങ്ങൾ ധാരാളം വിശേഷണങ്ങളിൽ അവർ മലക്കുകൾ മനുഷ്യരെക്കാൾ മുകളിലാണ്. പക്ഷെ മലക്കുകൾക്ക് മുൻപിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിന്റെ പ്രത്യേകത എടുത്തു കാണിച്ചത് എങ്ങനെയാണ്? അംബിഊനി ബി അസ്മാഇ ഹഉലായി ഇൻ കുൻതും സാദിഖീൻ. മലക്കുകളോട് അല്ലാഹു പറഞ്ഞത്, ആദം അദ്ദേഹത്തിന് അറിയുന്ന ഈ വസ്തുക്കളുടെ പേരുകൾ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരും. അദ്ദേഹത്തിൻ്റെ ഇൽമു കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ ഉയർത്തിയത്. ഒരു മനുഷ്യൻ അവന് നേടിയെടുക്കാൻ സാധിക്കുന്ന ഏറ്റവും മഹത്തരമായ വിശേഷണമാണ് ഇൽമു എന്നത്. യാ താലിബൽ ഇൽം എന്ന് പറയുമ്പോൾ സഹോദര, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ പേരിൽ അവൻ വിളിക്കപ്പെടാൻ അർഹനാവുക എന്നത് തന്നെ വലിയ കാര്യമാണ്. എന്നാൽ ഒരിക്കലും എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ദീൻ പഠിക്കുന്ന സഹോദരങ്ങളെ, മരിക്കുന്നതുവരെ ആ വിശേഷണം നിങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ പാടില്ല. മരിക്കുന്നതുവരെ താലിബുൽ ഇൽമായിരിക്കണം.
ഈ വിളി എപ്പോൾ വിളിച്ചാലും അതിന് ഉത്തരം നൽകാവുന്ന വിധത്തിൽ ദീൻ പഠിക്കുന്നവരായി തന്നെ നിങ്ങൾ തുടരണം. ഒരു മനുഷ്യൻ ദീൻ പഠിക്കുന്നിടത്തോളം അവൻ താലിബുൽ ഇൽമാണ്. ഏതെങ്കിലും ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് അവൻ പറയണം ഫഖദ് അലിംത്, എനിക്കറിയാനുള്ളതെല്ലാം അറിഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ സാറ ജാഹിലൻ, ആ ദിവസം അവൻ ജാഹിലായി. അതുകൊണ്ട് ദീൻ പഠിക്കുന്നത് ഒരിക്കലും അവസാനിപ്പിക്കരുത്. നിങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ട് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ട ചോദ്യം, ഇലാ മതാ തത്ലുബുൽ ഇൽമ അബ്ദുല്ലാ, ധാരാളം പഠിച്ചതിന് ശേഷം, ധാരാളം വിവരമുള്ള ആളായതിനു ശേഷം അദ്ദേഹത്തിൻ്റെ കയ്യിൽ പേനയും ഏടുകളും കണ്ടപ്പോൾ ചിലർ ചോദിച്ചു, ഇനി എങ്ങോട്ടാണ് ഈ പഠിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, മിനൽ മഹ്ദി ഇലൽ ലഹദ്, തൊട്ടിൽ മുതൽ ഖബറിൽ എത്തുന്നത് വരെ മനുഷ്യൻ പഠിക്കാനുള്ള സമയമാണ്. അള്ളാഹുവിൻ്റെ ദീൻ അറിയാനുള്ള സമയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നോക്കൂ നിങ്ങൾ, ദുനിയാവിൽ ആകെ ഒരൊറ്റ കാര്യമാണ് വർദ്ധിപ്പിച്ചു നൽകാൻ അള്ളാഹു ആവശ്യപ്പെട്ടത്, അള്ളാഹു കൽപ്പിച്ചത്. ഏതാത്? ഇൽമ. വഖുൽ റബ്ബി സിദ്നി ഇൽമ, നബിയെ വഖുൽ റബ്ബി സിദ്നി ഇൽമ, എനിക്ക് ഇൽമ അധികരിപ്പിച്ചു നൽകാൻ നബിയെ പ്രാർത്ഥിക്കുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചയക്കാണ്. ലാ തബ്ഗി ബിഹി ബദല, നീ ഇൽമിന് പകരമായി മറ്റൊന്നും കൊണ്ട് തൃപ്തിപ്പെടരുത്, ഒന്നും തൃപ്തിപ്പെടരുത്. ദീൻ പഠിക്കുമ്പോൾ സഹോദര, കുറച്ചങ്ങ് മുന്നോട്ട് പോയാൽ, ഇപ്പോൾ ചിലപ്പോൾ പലപ്പോഴും നമ്മൾ തുടക്കത്തിലാണ്, പഠനത്തിൻ്റെ ആരംഭത്തിലാണ്. കുറച്ചങ്ങ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പരീക്ഷണങ്ങൾ തുടങ്ങും. ഭാര്യയായി, മക്കളായി, ജീവിതത്തിൽ ചെലവുകൾ വന്നു തുടങ്ങുമ്പോൾ അപ്പോഴാണ് പരീക്ഷണത്തിൻ്റെ സമയം. അപ്പോൾ ഉറച്ചു നിൽക്കാൻ പരമാവധി ശ്രമിക്കുക. താലിബുൽ ഇൽമ എന്ന് വിളിക്കപ്പെട്ട ഒരു മനുഷ്യൻ പിന്നീട് താജിർ, കച്ചവടക്കാരനാണ്, അല്ലെങ്കിൽ ബിസിനസ്സുകാരനാണ്. ഇപ്പം എന്താ അവൻ്റെ പണി? അവൻ ഏതോ ഒരു കടയിൽ നിൽക്കാൻ. അത് നിൻ്റെ ഏറ്റവും ആദ്യത്തെ വസ്ഫായി മാറരുത്. ഇതൊക്കെ നിനക്ക് ചിലപ്പോൾ വേണ്ടി വരും, ചിലപ്പോൾ കച്ചവടം ചെയ്യേണ്ടി വരും, ചിലപ്പോൾ നിനക്ക് ഒരു കടയിൽ നിൽക്കേണ്ടി വരും, ജോലി എടുക്കരുത് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതൊരിക്കലും നിൻ്റെ ആദ്യത്തെ വിശേഷണമാകരുത്. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ് അദ്ദേഹം ഒരു വാച്ച് നന്നാക്കുന്ന ആളായിരുന്നു. ആ സന്ദർഭത്തിൽ അദ്ദേഹം താലിബുൽ ഇൽമായിരുന്നു. നിനക്കൊരു ജോലി ഉണ്ടാകരുത് എന്നല്ല ഞാൻ പറഞ്ഞത്, മറിച്ച് ലാ തബ്ഗി ബിഹി ബദല, ഇൽമാണ് നിൻ്റെ ഒന്നാമത്തെ പണി. ദീൻ പഠിക്കാൻ. അത് എത്ര കാലം വരെ? ഇവിടെ ഈ വിദ്യാഭ്യാസം തീരുന്നവരാണോ? അല്ല. ചില കുട്ടികളെങ്കിലും ചിലപ്പോൾ ലീവായി കഴിഞ്ഞാൽ പഠനം മാറ്റി വെക്കും. ലീവ് 2 ദിവസം റെസ്റ്റ് എടുക്കട്ടെ. ഒരു താലിബുൽ ഇൽമിന് റെസ്റ്റില്ല. ഈ അവസ്ഥയിൽ അവന് റെസ്റ്റില്ല. ലീവിലാണെങ്കിൽ അവന് റെസ്റ്റില്ല. അവന് പഠിക്കാൻ വേറെ എന്തെങ്കിലും ഉണ്ടാവും, അവന് വായിക്കാൻ വേറെ എന്തെങ്കിലും ഉണ്ടായിരിക്കും, അവന് കേട്ട് തീർക്കാൻ ദർസുകളുണ്ട്, അവന് പഠിച്ചു തീർക്കാൻ ആയത്തിൽ ഹിഫ്ളാക്കാനുണ്ടാകും. ദീൻ പഠിക്കുക എന്നതിൽ നിന്ന് മാറി നിൽക്കുന്ന, പരിപൂർണമായി മാറി നിൽക്കുന്ന ഒരു സ്ഥിതി, താലിബുൽ ഇൽം എന്ന വിളി കേട്ടതിന് ശേഷം അതിനു പകരം മറ്റൊരു വിളി നീ സ്വീകരിക്കരുത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, 2 അമലുകൾ ഒരാൾ ആരംഭിച്ചു കഴിഞ്ഞാൽ പുറകോട്ട് പോകാൻ പാടില്ല. ഒന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിലെ ജിഹാദാണ്. അത് ശത്രുവിനെ നേരെ മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പുറകോട്ടോടാൻ പാടില്ല, പിന്നെ അവിടെ നിന്നോളാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് വന്ന പോലെ ലാ തതമന്നൂ ലിഖാ അൽ അദു ഫഇദാ ലഖീതുമൂഹും ഫസ്ബുതു, നിങ്ങൾ ഒരിക്കലും ശത്രുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കരുത്. ശത്രുവിനെ കണ്ടാൽ ഫസ്ബുതു, പിന്നെ ഉറച്ചു നിൽക്കണം, പുറകോട്ടോടരുത്. ഒരു മനുഷ്യൻ ജിഹാദിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, വൻപാപങ്ങളിൽ എണ്ണപ്പെട്ട കാര്യമാണ് പിന്തിരിഞ്ഞോടുക എന്നുള്ളത്, യുദ്ധ രണാങ്കണത്തിൽ നിന്ന് പുറകോട്ടോടുക എന്നുള്ളത്. അദ്ദേഹം പറഞ്ഞു ഒരു പ്രവൃത്തി അതാണ്, ജിഹാദാണ്, പുറകോട്ട് പോകാൻ പറ്റില്ല. രണ്ടാമത്തേത് അദ്ദേഹം പറഞ്ഞു തലബുൽ ഇൽമാണ്. കയറിക്കഴിഞ്ഞാൽ കയറി, ഇനി ഇറക്കില്ല, ഇനി ഇതൊന്നും പുറകോട്ട് പോകാൻ പറ്റില്ല, പഠിക്കാൻ. നോക്കൂ, ഈ അടുത്ത് മരണപ്പെട്ടു പോയ ഷെയ്ഖ് അബ്ദുൽ അസീസ് മുഫ്തി, അടുത്ത് വഫാത്തായ ഷെയ്ഖ് റഹിമഹുല്ലാഹ്, നോക്കൂ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ എന്താ പറഞ്ഞത്? അദ്ദേഹത്തിന് സുഖമില്ലാതിരിക്കുന്ന സമയത്ത്, വഫാത്തിനോട് അടുത്ത സമയങ്ങൾ വരെ അദ്ദേഹം കിതാബ് കേൾക്കാണ്.
നോക്കൂ, പണ്ഡിതന്മാർ ദീൻ പഠിച്ചിരുന്നത് അങ്ങനെയാണ്. ഓരോ സന്ദർഭത്തിലും അവർക്ക് ഇൽമുമായി ബന്ധമുണ്ടായിരുന്നു. ഏത് സാഹചര്യത്തിലാണെങ്കിലും ദീൻ പഠിക്കുന്നതിൽ, ഫായിദ പഠിക്കുന്നതിൽ, ഖുർആൻ പഠിക്കുന്നതിൽ, ഹദീസ് പഠിക്കുന്നതിൽ എത്രയെല്ലാം വയസ്സ് അധികരിച്ചാൽ നിങ്ങൾ ആരൊക്കെ ആയാലും താലിബുൽ ഇൽമാണ് എപ്പോഴും. അതുകൊണ്ടല്ലേ ഷെയ്ഖ് ഇബ്നു ബാസ്, ഷെയ്ഖ് അൽബാനി അവരൊക്കെ ധാരാളം ആവർത്തിച്ചു പറഞ്ഞേക്കണം, ഇന്നമ അന ത്വയ്ലിബു ഇൽം, ഞാനൊരു താലിബുൽ ഇൽമാണെന്നല്ല, ത്വയ്ലിബു ഇൽം, ഒരു ചെറിയ തുടക്കക്കാരനായ മതവിദ്യാർത്ഥിയാണ് എന്നായിരുന്നു അവർ സ്വന്തത്തെക്കുറിച്ച് വിശേഷിപ്പിച്ചിരുന്നത്. സഹോദരങ്ങളെ, ദീൻ പഠിക്കുക എന്നതിൽ നിന്ന് മാറിപ്പോകാൻ പാടില്ല. അദ്ദേഹം പറഞ്ഞു വറബ്ബിൽ ലൗഹി വൽ ഖലം. എന്തുകൊണ്ടാണ് അത് അവിടെ പ്രത്യേകം പറഞ്ഞത്? അല്ലൗഹു വൽ ഖലം, അല്ലൗഹു വൽ ഖലം ഇത് രണ്ടും താലിബുൽ ഇൽമിൻ്റെ അദാത്തുകളാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആലാത്തുകളാണ്, അവൻ്റെ ഉപകരണങ്ങളാണ്. അൽ ഖലം വൽ ലൗഹ് ഇത് രണ്ടും അവന് ഒഴിച്ചു നിർത്താൻ പറ്റില്ല. എന്താ ലൗഹ് എന്ന് പറഞ്ഞാൽ ഏട്, ഖലം എന്ന് പറഞ്ഞാൽ പേന. വറബ്ബിൽ ലൗഹി വൽ ഖലമി, ലൗഹിൻ്റെയും ഖലമിൻ്റെയും റബ്ബായ അള്ളാഹു തന്നെ സത്യം, നീ ഒരിക്കലും ഇൽമിൽ നിന്ന് മാറി നിൽക്കരുത്. ഇൽമിലാണ് നീ നിലകൊള്ളുന്നത് എങ്കിൽ നീ വിജയിച്ചിരിക്കുന്നു. ഇത് രണ്ടും ഇതിൽ സൂചന കൂടിയുണ്ട്. എന്ത്? ഈ പേന ഉണ്ടായിരിക്കണം, പേപ്പർ ഉണ്ടായിരിക്കണം, ഫവായിദുകൾ എഴുതിയെടുക്കാനുള്ളത് എന്ന സൂചന അദ്ദേഹത്തിൻ്റെ വാക്കിലുണ്ട്. ഹുദൈഫ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞേക്കണം, ഇതിന് സമാനമായ വാക്ക് അദ്ദേഹത്തിൻ്റെതാണ്. അദ്ദേഹം പറഞ്ഞു, യാ മഅ്ശറൽ ഖുറാ, ഖുർആൻ പഠിച്ച ആളുകളെ, ഇസ്തഖീമു, നിങ്ങൾ നേരെ നിലകൊള്ളും. ബുഖാരി ഉദ്ധരിച്ച റിവായത്താണ്, യാ മഅ്ശറൽ ഖുറാ ഇസ്തഖീം, ഖുർആൻ പഠിച്ചവരെ. നോക്കൂ, സഹാബി പറഞ്ഞ വാക്ക് നമ്മൾ ദീൻ പഠിക്കുന്ന ഏതൊരാൾക്കും ഇത് കേൾക്കാൻ അർഹമാണ്. യാ മഅ്ശറൽ ഖുറാ ഇസ്തഖീം, ഖുർആൻ പഠിച്ചവർ ഇസ്തഖീം, നേരെ നിലകൊള്ളുക, ദീൻ പഠിച്ചിട്ട് തന്നെ മുന്നോട്ട് പോവുക. ഫഖദ് സബഖ്തും സബ്ഖൻ ബഈദൻ, നിങ്ങൾ അതിവിദൂരമായി മുന്നിലേക്ക് എത്തിയിരിക്കുന്നു, മറ്റുള്ളവരെയൊക്കെ പരാജയപ്പെടുത്തി നിങ്ങൾ ധാരാളം മുന്നിലെത്തിയിരിക്കുന്നു. ഫഇൻ അഖദ്തും യമീനൻ വശിമാലൻ ലഖദ് ളലൽതും ളലാലൻ ബഈദ, ഇനി നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിഞ്ഞുപോയാൽ, അതായത് സുന്നത്തിൻ്റെ വഴിയിൽ നിന്ന് തെറ്റിപ്പോയി കഴിഞ്ഞാൽ, സലഫിൻ്റെ മാർഗത്തിൽ നിന്ന് മാറിപ്പോയാൽ, ദീനി പഠിക്കുന്നതിൻ്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോയാൽ, ഫഖദ് ളലൽതും ളലാലൻ ബഈദ, നിങ്ങൾ അങ്ങേയറ്റത്തെ വിദൂരമായ വടികേടിലേക്ക് എത്തുന്നതാണ്. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ കച്ചവടം മാത്രമാണ്. കച്ചവടം മാത്രമല്ല, നിങ്ങൾ കുറച്ച് വലുതാകുമ്പോൾ ഇനി പലതും സംഭവിക്കും. രാഷ്ട്രീയമുണ്ടാകും. ചില കുട്ടികൾ ചിലപ്പോൾ ഇത്രയും ദീൻ പഠിച്ചിട്ട് വിഷമകരമായ കാഴ്ചകളിൽ ഒന്നാണ് രാഷ്ട്രീയത്തിൽ മുഴുകിപ്പോവാന്നുള്ളത്. ഓരോ ദിവസവും പത്രത്തിൽ വരുന്ന ചർച്ചൻ്റെ പുറകെ പോവുക, എന്നിട്ട് അതിനെക്കുറിച്ച് അഭിപ്രായം. താലിബുൽ ഇൽമിൻ്റെ ജോലി ഇതല്ല. അവൻ്റെ പണി ദീൻ പഠിക്കലും പഠിപ്പിക്കലാണ്. അതിൻ്റെ ആൾക്കാരുണ്ട്. നീ നോക്കിയിട്ടില്ല, അതിൽ സംസാരിക്കാൻ ആളെ കൂടിയിട്ട് ആരെ പുറത്താക്കുന്ന തിരക്കത്തിലാണ് രാഷ്ട്രീയത്തിൽ. ഇതിനാണ് ആളില്ലാത്തത്. ഇതൊരിക്കലും വിട്ടുപോരുത്. ഇതിന് ആൾക്കാരില്ലാത്ത അവസ്ഥയാണ്. ദീൻ പഠിക്കാനും പഠിപ്പിക്കാനും അത് പറഞ്ഞു കൊടുക്കാനുള്ള ആൾക്കാരില്ല. അപ്പം നീ ഒരിക്കൽ രാഷ്ട്രീയത്തിൽ പോയിട്ട് അതിൽ വലിയ ആളാവുക, അതിൽ സംസാരിക്കുക, അതിൻ്റെ ആൾക്കാരുണ്ട്. നീ ഇൽമിൻ്റെ അഹ്ലുകാരാവുക. ചില ആൾക്കാർ പറയും, രാഷ്ട്രീയത്തിലും നാട്ടിലൊക്കെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാത്തിലും നമുക്ക് സംസാരം വേണ്ട കാര്യമൊന്നുമില്ല. എല്ലാത്തിലും സംസാരിക്കേണ്ട യാതൊരു നിർബന്ധ ബാധ്യതയും ഓരോ മുസ്ലിമിൻ്റെയും മേൽ അള്ളാഹു ഏൽപ്പിച്ചില്ല. ഓരോന്നിനും അതിൻ്റെ അഹ്ലുകാരുണ്ട്, അവർ സംസാരിക്കട്ടെ. നോക്കൂ, നിങ്ങൾ ഷെയ്ഖ് സാലിഹ് അലി ഷെയ്ഖ് അദ്ദേഹത്തിൻ്റെ ദർസുകളിൽ അദ്ദേഹം പറഞ്ഞേക്കണം, ഇസ്ലാമിക ചരിത്രം നിങ്ങൾ എടുത്തു നോക്കൂ. ഇസ്ലാമിക ചരിത്രം എടുത്തു നോക്കിയാൽ രാഷ്ട്രീയമായ പ്രക്ഷുബ്ധമായ കാലഘട്ടങ്ങൾ അനേകം, അല്ല നിലക്കാത്ത വിധത്തിൽ പ്രക്ഷുബ്ധമായ കാലഘട്ടങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ എല്ലായിടത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം യുദ്ധത്തിൻ്റെ കാലമുണ്ടായി. ഉമർ ഇബ്നുൽ ഖത്താബിൻ്റെ വഫാത്തിന് ശേഷം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ്റെ കാലത്ത് ഫിത്ന വർദ്ധിച്ചു. അലി ഇബ്നു അബി താലിബിൻ്റെ കാലത്ത് യുദ്ധങ്ങളുണ്ടായി. മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ യുദ്ധങ്ങളുണ്ടായി. ഉമവി ഖിലാഫത്തിൽ പ്രശ്നങ്ങളുണ്ടായി. പല 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 രാഷ്ട്രീയ വിഷയങ്ങളുണ്ടായി. ഇല്ലേ? ഇതൊക്കെ ഉണ്ടായിട്ടില്ലേ? നിങ്ങൾ ചരിത്രം അറിയുന്ന ആളുകൾക്കെല്ലാം അറിയാം. അബ്ബാസിയ ഖിലാഫത്തിലുണ്ടായി, ഉസ്മാനിയ ഖിലാഫത്തിലുണ്ടായി. എന്നാൽ നിങ്ങൾ ഉലമാക്കളുടെ കിതാബുകൾ എടുത്തു നോക്കുന്ന വിദ്യാർത്ഥികളല്ലേ, ഇവരൊക്കെ ഈ കാലഘട്ടത്തിലൂടെയാണ് ജീവിച്ചു വന്നത്. ഇവരുടെ കിതാബിൽ ഇതാണുള്ളത്, ഈ രാഷ്ട്രീയമാണുള്ളത് ആണോ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസുകൾ ഇതാണോ നിങ്ങൾ കാണുന്നത്? അദ്ദേഹം ഈ പറഞ്ഞ പ്രശ്നങ്ങളിലൂടെ ഒക്കെ ജീവിച്ചു പോയ ആളാണ്. അദ്ദേഹത്തിൻ്റെ ഹദീസുകൾ മുഴുവൻ ഇതാണോ? അല്ല.
അദ്ദേഹം ഹദീസ് പറഞ്ഞു. ഇന്ന് അദ്ദേഹത്തിൻ്റെ ഹദീസുകൾ ഉമ്മത്തിന് ഉപകരിക്കുന്നു. ഇബ്നു ഹജർ അസ്ഖലാനി അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് പല രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട്. ഇബ്നു ഹജറിൻ്റെ ഫത്തുൽ ബാരി എടുത്ത രാഷ്ട്രീയമാണോ അതിലുള്ള? അല്ല, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസിൻ്റെ വിഷയത്തിൽ. അന്ന് രാഷ്ട്രീയം പറഞ്ഞ ആളുകളും അതിന് മുന്നിൽ നിന്ന രാജാക്കന്മാരും ഒക്കെ മരിച്ചുപോയി. അവരെക്കുറിച്ച് ആർക്കും അറിയുന്നില്ല. പക്ഷെ ഇബ്നു ഹജറിൻ്റെ ഫത്തുൽ ബാരിയും ബാക്കിയാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ നോക്കൂ, നിങ്ങൾ കിതാബ് എടുത്തു നോക്കിയ രാഷ്ട്രീയമാണോ ഇതിൽ നിങ്ങൾ കാണുന്നത്? ആണോ? അല്ല. അള്ളാഹുവിനെ കുറിച്ച്, റസൂലിനെ കുറിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, ഇതിന് നിങ്ങളൊരു ബദൽ സ്വീകരിക്കരുത്. ഇൽമിനൊരിക്കലും ബദൽ സ്വീകരിക്കും. ഇതാണ് ഏറ്റവും നല്ലത്. അള്ളാഹ് തിരഞ്ഞെടുത്ത് തന്നാണ്. പലപ്പോഴും ഖേദകരമായ കാര്യം, ദീൻ പഠിച്ച ആളുകൾ കുറച്ചങ്ങ് മുന്നിലേക്ക് എത്തിയാൽ, 10-30 വയസ്സ് മേലേക്ക് എത്തിക്കഴിഞ്ഞാൽ ദുനിയാവ് പഠിച്ചവരെ നോക്കി അവരിങ്ങനെ അന്തം വിട്ട് നിൽക്കുക. ദുനിയാവ് പഠിച്ച ആൾക്കാർ ഇവരെ നോക്കിയിട്ട് ഇവരെ പോലെ എനിക്ക് പഠിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് അവർ നിൽക്കുക. സഹോദര, ഇൽമ് നിനക്ക് അല്ലാഹു നൽകിയ തൗഫീഖ്, അതിൻ്റെ വില നീ നിസ്സാരമായി കാണരുത്. ദീനിൻ്റെ വില, ദീൻ പഠിക്കാൻ സാധിച്ചതിൻ്റെ വില നീ ഒരിക്കലും നിസ്സാരമായി കാണരുത്. നോക്കൂ, ചില സന്ദർഭത്തിൽ നിങ്ങൾ ഇനി കുറച്ചു കാലം കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളോട് കുട്ടികൾ, ആൾക്കാർ ചോദിക്കാനൊക്കെ തുടങ്ങും. നിങ്ങൾക്ക് മനസ്സിലാവും ദീൻ പഠിക്കുന്നതിന് ഫായിദ, അതിൻ്റെ എളുപ്പം എത്രയാണ് എന്ന്. ചിലപ്പോൾ കാണാം, ഒരാൾ വിളിക്കുന്നത് കാണാം, അയാൾ വിളിച്ചിട്ട് കരയുന്നുണ്ടാവും. തേങ്ങി വലിയൊരു പ്രായമുള്ള മനുഷ്യൻ കരയുന്നുണ്ടാവും. അയാൾ ചോദിക്കുന്നത്, ഇതാ ഉസ്താദേ, എൻ്റെ വുളൂവിൻ്റെ കാര്യം 5-6 ദിവസമായിട്ട് ഞാൻ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, എൻ്റെ നിസ്കാരമാകെ പാത്തു. അങ്ങനെ ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല, അത് ശരിക്കുള്ള കാര്യങ്ങളാണ്. ആൾക്കാർ കരഞ്ഞു അവർ ചോദിക്കുന്ന ആ ചോദ്യം, സഹോദര, സൗജന്യമായി ഏതോ ഒരു ദർസിൽ, ഏതോ ഒരു കിതാബിൽ നീ പഠിച്ചുപോയ, ചിലപ്പോൾ നീ വലിയൊരു ഗൗരവം പോലും കൽപ്പിക്കാത്തൊരു മസ്അലയായിരിക്കും. പക്ഷെ അവനത് അറിയില്ല എന്നതുകൊണ്ട് അവൻ്റെ 5-6 ദിവസത്തെ ജീവിതം, പ്രയോഗം എന്ന നിലയ്ക്ക് ഞാൻ പറയട്ടെ, ജഹന്നമിലെ ജീവിതം പോലെ ആയിരിക്കും. എന്താ ചെയ്യേണ്ടതെന്ന് അവനറിയില്ല. പക്ഷെ നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ വഴി കാണിച്ചു തന്നിരിക്കും. എത്ര എളുപ്പത്തിലെന്നൊക്കെ മനസ്സിലാവുന്നു. അൽഹംദുലില്ലാഹ്. ഒരു സഹോദര, ഇൽമിന് നീ ഒരു ബദൽ സ്വീകരിക്കരുത്, പകരം മറ്റൊന്ന് സ്വീകരിക്കുക. ഇത് അഗ്ലാ മിന ദഹബി വൽ ഫിദ്ദ, സ്വർണത്തെക്കാളും വെള്ളിയേക്കാളും വിലയുള്ളതാണ്. ഇതിനേക്കാൾ വിലയുള്ള ഒന്ന് ദുനിയാവിലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദുനിയ മൽഊനത്തുൻ മൽഊനു മാ ഫീഹ. ദുനിയാവ് ശപിക്കപ്പെട്ടതാണ്. മൽഊനു മാ ഫീഹ, അതിലുള്ള സർവ്വതും ശപിക്കപ്പെട്ടതാണ്. ഏതാ ഒഴികെയുള്ളത്? ഇല്ലാ ദിക്റുല്ലാഹ് വമാ വാലാഹ്, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയും അതിലേക്ക് നയിക്കുന്ന കാര്യങ്ങളുമല്ലാതെ. ഔ ആലിമുൻ ഔ മുതഅല്ലിം, ദീൻ പഠിക്കുന്ന ആലിമും മുതഅല്ലിമും ഒഴികെ ബാക്കിയെല്ലാം ശപിക്കപ്പെട്ടതാണ്. ബാക്കിയെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ശപിച്ച കാര്യം. മൽഊന, അള്ളാഹു നിനക്ക് നൽകിയ നിഅമത്ത് നീ തിരിച്ചറിയണം, ഇത് നഷ്ടപ്പെടുത്തരുത്. കുറേ പഠിക്കുക, എന്നിട്ട് പിന്നെ ഇതിട്ടെറിഞ്ഞ് നിന്നെ പിന്നെ കുറച്ചു കാലം കഴിഞ്ഞിട്ട് കാണുമ്പോൾ നീ ഒരു താലിബുൽ ഇൽമ അല്ലാത്ത അള്ളാഹുവിന് രക്ഷ ചോദിക്കാതെ അങ്ങനെ അവസ്ഥ നിനക്ക് വരുന്നേരും. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു, വഖദ്ദിസിൽ ഇൽമ വഅരിഫ് ഖദ്റ ഹുർമതിഹി ഫിൽ ഖൗലി വൽ ഫിഅലി വൽ ആദാബി ഫൽതസിം. വഖദ്ദിസിൽ ഇൽം, ഇൽമിനെ നീ തഖ്ദീസ് നൽകുക. അത് തഖ്ദീസ് എന്ന് പറഞ്ഞാൽ ശുദ്ധീകരിക്കുക. ഇൽമിനെ നീ ശുദ്ധമായി സൂക്ഷിക്കുക. അതിന് യോജിക്കാത്ത കാര്യങ്ങൾ നിൻ്റെ അടുത്ത് ഇൽമിനോടും ചേർക്കാൻ പാടില്ല, ഇൽമു പഠിക്കുന്ന നിന്നോടും ചേർക്കാൻ പാടില്ല. ഇൽമു പരിശുദ്ധമാണ്. അല്ലെ, മുൻഗാമികൾ ചിലർ പറഞ്ഞതുപോലെ, ശകൗതു ഇലാ വകീഇൻ സൂഅ ഹിഫ്ദി ഫഅർശദനി ഇലാ തർക്കിൽ മആസി. എന്നോട് എനിക്ക് ദീൻ പഠിക്കാൻ, ഹിഫ്ദ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന പരാതി ഞാൻ വകീഇ എന്ന ഉസ്താദിനോട് പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ തിന്മകൾ ഉപേക്ഷിക്കണം. വഖ്ബറനി അന്ന ഇൽമല്ലാഹി വഖ്ബറനി അന്നൽ ഇൽമ നൂറുൻ വനൂറുല്ലാഹി ലാ യുഹ്ദാ ലിആസി. അദ്ദേഹം എന്നോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള വിജ്ഞാനം എന്നാൽ അത് പ്രകാശമാണ്, നൂറാണ്. നൂറുല്ലാഹി ലാ യുഹ്ദാ ലിആസി, അള്ളാഹുവിൽ നിന്നുള്ള പ്രകാശം തിന്മകൾ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് നൽകപ്പെടുകയില്ല. അൽ ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് ഇമാം മാലിക്കിൻ്റെ അടുത്ത് വന്നെത്തിയപ്പോൾ മാലിക് അദ്ദേഹം പറഞ്ഞു, ഷാഫിഈയോട് പറഞ്ഞു, മോനെ,
ഞാൻ നിൻ്റെ മുഖത്ത് ഒരു പ്രകാശം കാണുന്നുണ്ട്, ഒരു നൂറ് കാണുന്നുണ്ട്. നീ തിന്മകൾ കൊണ്ട് ഇത് കെടുത്തിക്കളയരുത്. ഇവിടെ ഇരിക്കുന്ന എത്രയോ മക്കൾ അൽഹംദുലില്ലാഹ് ഖൈറിലാണ്, നന്മയിലാണ്, ഷർറ് പലതും അറിഞ്ഞിട്ടില്ല, ഖൈറിലാണ് വളർന്നു വരുന്നത്. കുട്ടികളെ, മക്കളെ തിന്മ ചെയ്യരുത്, വൃത്തികേടുകൾ ചെയ്യരുത്. ഇൽമിനെ നിങ്ങൾ വൃത്തികേടുകൾ കൊണ്ട് മലിനമാക്കരുത്, ശുദ്ധിയായി കാത്തു സൂക്ഷിക്കുക. അള്ളാഹു നൽകിയ നിഅമത്താണിത്. ആ നിഅമത്ത് നിങ്ങൾ വിലയില്ലാതെ ആക്കരുത്. വഖദ്ദിസിൽ ഇൽമ വഅരിഫ് ഖദ്റ ഹുർമതിഹി. ഇൽമിനുള്ള പരിശുദ്ധിയും അതിനുള്ള സ്ഥാനവും നീ നന്നായി മനസ്സിലാക്കുക. ഇത് ഹൃദയം കൊണ്ടും വേണം. ഹൃദയം കൊണ്ട് ഇൽമിന് നിൻ്റെ മനസ്സിൽ സ്ഥാനമുണ്ടായിരിക്കണം. നീ പഠിക്കുന്ന വിജ്ഞാനം, അതിന് നിൻ്റെ സമയങ്ങളിൽ ഏറ്റവും നല്ല സമയം നീ മാറ്റിവെക്കുക. ഏറ്റവും നല്ല സമയം, ഏറ്റവും മോശം സമയമല്ല. മറ്റ് പലതിനും സമയം കണ്ടെത്തി അവസാനം ഒരു ഒഴിഞ്ഞ സമയം കിട്ടിയാൽ ദീൻ പഠിക്കുക, അങ്ങനല്ല. ദീനിയ വിജ്ഞാനത്തിന് നീ ആദരവ് കൽപ്പിക്കുക. അതിന് നീ നിൻ്റെ ഏറ്റവും നല്ലത് കൊടുക്കുക. ചില ആളുകൾ പറഞ്ഞതുപോലെ അൽ ഇൽമു ഇൻ അഅതൈതഹു കുല്ലക യുഅതീക ബഅദഹു. ദീനി വിജ്ഞാനം എന്നാൽ ഇൻ അഅതൈത കുല്ലക, നീ നിൻ്റെ മുഴുവൻ അതിനു വേണ്ടി നീ നൽകിയാൽ അഅതാക ബഅദഹു, ഇൽമ് അതിൻ്റെ കുറച്ചു ഭാഗമേ നിനക്ക് തരൂ. അല്ല, പഠിക്കുന്ന ആൾക്കത് മനസ്സിലാവും. ഒരു മസ്അലയുടെ പിറകിൽ നിങ്ങൾ കൂടിയാൽ കിതാബ് തുറന്ന പാടെ അത് കാണുന്നുണ്ടോ? ഇല്ല. എത്ര സമയം എടുക്കുന്നുണ്ട് അതൊന്ന് തേടി പിടിച്ചെത്താൻ. ഇന്ന് അൽഹംദുലില്ലാഹ് വഴികൾ കുറേ എളുപ്പമുണ്ട്. എന്നാൽ തന്നെയും നമ്മൾ ഉദ്ദേശിച്ച കാര്യത്തിലേക്ക് ചിലപ്പോൾ നമ്മൾ എത്തുക കുറേ കഴിഞ്ഞിട്ടായിരിക്കും. ഇൽമിന് നീ നിൻ്റെ ഏറ്റവും നല്ല സമയം നൽകുക. നിൻ്റെ ഏറ്റവും നല്ല, നോക്കൂ, നിങ്ങൾ ഹിഫ്ള് പഠിക്കുന്ന അതിൻ്റെ അദബുകൾ പഠിപ്പിച്ച കിതാബുകൾ ചിലത് എടുത്തു നോക്കിയാൽ ഇൽമു പഠിക്കാനുള്ള സ്ഥലം സ്വീകരിക്കുന്നതിൽ വരെ പണ്ഡിതന്മാർ മര്യാദകൾ രേഖപ്പെടുത്തിയത് കാണാം. ചില ആളുകൾ പറഞ്ഞു മരത്തിൻ്റെ മുന്നിൽ ഇരുന്ന് പഠിക്കരുത്. എന്നാൽ മരത്തിൻ്റെ മുന്നിൽ മരം ഇങ്ങനെ കാറ്റത്ത് ആടിക്കൊണ്ടിരിക്കുകയാണ്, എൻ്റെ ചിന്ത അങ്ങോട്ടും ഇങ്ങോട്ട് തെറ്റും. എവിടെ പോയിരുന്ന് പഠിക്കണം? കിതാബിൽ മേലത്തെ നിലയാണോ താഴത്തെ നിലയാണോ പഠിക്കാൻ നല്ലത്? അങ്ങനെ വരെ ചർച്ചകൾ കാണാം. ഏത് നിലയിൽ പോയിരുന്ന് പഠിക്കുക? എന്തിനാണ് മേലത്തെ നിലക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രത്യേകതകളാണ്? അല്ല. ദീൻ പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം ഏതാണ്? അനുയോജ്യമായ സമയം ഏതാണ്? അനുയോജ്യമായ രീതി ഏതാണ്? ഇതൊക്കെ കിതാബുകളിൽ വളരെ വിശദമായി പരിശോധിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ഇത്? ഇൽമിനുള്ള ഫദ്ല് കൊണ്ടാണ്, ഇൽമിനുള്ള ശ്രേഷ്ഠത കൊണ്ടാണ്. അതുകൊണ്ട് സഹോദര, ദീൻ പഠിക്കുന്ന ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ദീനിന് സ്ഥാനം നൽകണം, അറിവിന് സ്ഥാനം നൽകണം. ഒരു താലിബുൽ ഇൽമിൽ കാണാവുന്ന മോശമായ അവസ്ഥയിൽപ്പെട്ടതാണ് അവൻ പഠിച്ച ദീൻ കൊണ്ട് അവൻ തമാശയാക്കാന്നുള്ളത്, കോമഡി പറയാറുള്ളത്. അവൻ പഠിച്ച ദീനിനെ അവൻ വില കൽപ്പിക്കുന്നില്ല എന്നതിൻ്റെ അടയാളത്തിൽപ്പെട്ടതാണ്. ദീനുകൊണ്ട് കോമഡി പറയുക, അല്ലെങ്കിൽ അവൻ പഠിച്ച ശറഈയ ഇൽമു കൊണ്ട് തമാശ പറയുക. നീ പഠിച്ചത് വിലപ്പെട്ടൊരു കാര്യമാണ്, തമാശക്കുള്ളതല്ല, ഗൗരവത്തിലുള്ള ജിദ്ദിനുള്ളതാണ്. എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? സനുൽഖി അലൈക ഖൗലൻ സഖീല, ഭാരമുള്ള ഒരു വാക്ക് നബിയെ അങ്ങേക്ക് നാം നൽകുന്നതാണ്. ഇതൊരിക്കലും തമാശയായ കാര്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഫലിയദ്ഹഖു ഖലീലൻ വലിയബ്കു കസീറ, അവർ കുറച്ച് കരയട്ടെ, ധാരാളം അവർ കുറച്ച് മാത്രം ചിരിക്കട്ടെ, ധാരാളമായി കരയട്ടെ. അള്ളാഹുവിൻ്റെ ദീൻ ഒരിക്കൽ തമാശക്കുള്ളതല്ല. അതിന് ഇഹ്തിറാമുണ്ട്, അതിന് വലിയ പരിഗണനയുണ്ട്, ആദരവുണ്ട്. അങ്ങനെ തന്നെ പഠിക്കാൻ പാടുള്ളൂ. ഈ ആദരവ് പഠിക്കുന്ന കിതാബുകളോടുണ്ടായിരിക്കണം. എവിടെയെങ്കിലുമൊക്കെ കിതാബുണ്ട്, അങ്ങനെ ആവരുത്. കിതാബിൽ വേണ്ടാത്തത് ചെയ്യുക. ഇൽമ് രേഖപ്പെടുത്തുന്ന കിതാബ് ശ്രദ്ധിക്കുക, ഇൽമ് രേഖപ്പെടുത്തുന്ന കിതാബുകൾ പരിഗണിക്കുക. മുൻഗാമികൾ ഹദീസ് രേഖപ്പെടുത്തിയ കിതാബുകളും മറ്റും ശ്രദ്ധയോടുകൂടിയാണ് അവർ കാത്തു സൂക്ഷിച്ചിരുന്നത്. അതിന് വേറെയും കാരണമുണ്ടായിരുന്നു. ഹദീസുകളിൽ ആരെങ്കിലും എന്തെങ്കിലും കടത്തിക്കൂട്ടാതിരിക്കുക എന്ന ഉദ്ദേശം കൂടി അതിനുണ്ടായിരുന്നു. ഇൽമ് അതിന് അതിൻ്റേതായ പ്രാധാന്യവും സ്ഥാനവും നൽകണം. മരിച്ചുപോയ ഉസ്താദ്മാരിൽ ഒരാളെക്കുറിച്ച് പറയാറുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു പെട്ടി, പണമുള്ള പെട്ടി, സ്യൂട്ട് കേസ് കൊടുക്കുകയും വേറൊരു പെട്ടിയിൽ കിതാബുകൾ ഉണ്ടായിരിക്കുകയും ചെയ്താൽ ഇത് ബോധപൂർവം വലതേ കൈ കൊണ്ട് കിതാബുള്ള പെട്ടി എടുക്കണം.
പണമുള്ള പെട്ടി, വലിയ ലക്ഷങ്ങളുള്ള പെട്ടി ആണെങ്കിൽ പോലും അദ്ദേഹം അത് ഇടതേ കൈ കൊണ്ട് എടുക്കാറുണ്ടായിരുന്നു. നോക്കൂ, അതിൽ വരെ അവർ ഇൽമിന് പ്രാധാന്യം കൽപ്പിച്ചിരുന്നു. ഇൽമു വലത്തേ കൈ കൊണ്ടുള്ളതാണ്. ഇന്ന് കാണുന്ന മോശമായ കാര്യങ്ങളിൽ ഒന്നാണ് താലിബുൽ ഇൽമ് കിതാബ് വലത് കൈ കൊണ്ടല്ലാതെ എടുക്കുകയും വലത് കൈ കൊണ്ടല്ലാതെ കൊടുക്കുകയും ഒക്കെ ചെയ്യാമെന്ന്. കിതാബ് വലത് കൈ കൊണ്ടാണ് കൊടുക്കേണ്ടത്, വലത് കൈ കൊണ്ടാണ് വാങ്ങിക്കേണ്ടത്. വലത് കൈ ആദരിക്കപ്പെടുന്ന കാര്യങ്ങൾക്കുള്ളതാണ്. ഇൽമ് ആദരിക്കപ്പെടുന്ന കാര്യമാണ്, പിന്നെ ആദരവുണ്ട്, അത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇൽമിൻ്റെ അഹ്ലുകാരെ ആദരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ മിന്നാ മൻ ലം യർഹം സഗീറന വലം യുഖിർ കബീറന വലം യഅരിഫ് ലിആലിമിന. നമ്മിൽപ്പെട്ടവരല്ല ആര്? മൻ ലം യർഹം സഗീറന, ചെറിയവരോട് കരുണ കാണിക്കാത്തവൻ, വലം യുഖിർ കബീറന, പ്രായമുള്ളവരോട് ആദരവ് കാണിക്കാത്തവൻ, വയഅരിഫ് ലിആലിമിന ഹഖഹു, മുസ്ലിമീങ്ങളിലെ പണ്ഡിതന്മാർ ഉലമാക്കൾ അവരുടെ സ്ഥാനവും മഹത്വവും തിരിച്ചറിയാത്ത ആളുകൾ. ഒരു താലിബുൽ ഇൽമിന് ദീൻ പഠിച്ച വലിയ പണ്ഡിതന്മാർ അവരോട് ആദരവുണ്ടായിരിക്കണം, അവനെ പഠിപ്പിക്കുന്ന ആളുകളോട് ആദരവുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഉലമാക്കൾ അവരോട് പ്രത്യേകം ഇൽമിൻ്റെ അഹ്ലുകാരാണ്, അള്ളാഹുവിൻ്റെ ദീൻ വഹിക്കുന്നവരാണ്, അതിനുവേണ്ടി പണിയെടുക്കും. നിങ്ങൾ ദീൻ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ഇത്രയും പഠിച്ചിട്ട് മനസ്സിലായത്? ഏത് മസ്അലയും വായിച്ചപാടത്തിന് തലയിൽ കയറിയോ? ഇല്ല. എത്ര കഷ്ടപ്പെടുന്നുണ്ട് ഇത് പഠിച്ചെടുക്കാൻ, എത്ര പ്രയാസപ്പെടുന്നുണ്ട് പല ഇൽമും നമ്മൾ കണ്ടെത്താൻ. ഇതൊക്കെ ചെയ്തിട്ട് ആകെ എത്ര ഇൽമ ഇപ്പം നമ്മൾ ഉണ്ടാക്കിയത്? ഇത്ര ഉണ്ടാക്കിയത്. എന്നാൽ ഈ കണ്ട വിജ്ഞാനമെല്ലാം ചെറിയ കാലയളവ് കൊണ്ട് മനസ്സിലാക്കുകയും എന്നിട്ട് വലിയ വലിയ ഗ്രന്ഥങ്ങൾ രചിക്കുകയും മുസ്ലിം ഉമ്മത്തിന് സഹായം ചെയ്യുകയും ചെയ്ത പണ്ഡിതന്മാർ അവർ അനുഭവിച്ച കഷ്ടപ്പാട് എത്രയായിരിക്കും, അവരനുഭവിച്ച പ്രയാസം എത്രയായിരിക്കും. അതുകൊണ്ട് ഇൽമു പഠിക്കുന്ന ഒരു മനുഷ്യൻ, അത് ശരിക്കും പഠിക്കുന്ന ഒരുത്തനാണെങ്കിൽ അവൻ ആലിമിൻ്റെ വില തിരിച്ചറിയാൻ സാധിക്കും. എന്നാൽ ഈ കാലഘട്ടത്തിലെ പ്രയാസങ്ങളിൽ പെട്ടെന്ന് മനുഷ്യൻ പഠിച്ചു തുടങ്ങിയാൽ തന്നെ അവൻ്റെ ആദ്യത്തെ സംസാരം പണ്ഡിതന്മാരെ കുറിച്ചായിരിക്കുക എന്നുള്ളത്. തുടങ്ങുന്നത് തന്നെ വലിയ വലിയ പണ്ഡിതന്മാരെ നിരൂപണം ചെയ്തുകൊണ്ടും വലിയ വലിയ പണ്ഡിതന്മാരെ ആക്ഷേപം പറഞ്ഞുകൊണ്ടുമൊക്കെയാണ്. ഇത് ഒരിക്കലും ഒരു ദീനി വിദ്യാർത്ഥിക്ക് യോജിച്ചതല്ല. അവൻ്റെ നാവ് ഇങ്ങനെ കെട്ടഴിച്ചു വിടുക എന്നുള്ളത് അവന് അനിവാര്യമായ വിഷയമാണെങ്കിൽ മാത്രമേ ഒരു വ്യക്തിയെക്കുറിച്ച് സംസാരിക്കൽ അസ്ലെന്താൻ പാടില്ല എന്നുള്ളതാണ്. മറ്റൊരു വ്യക്തിയെക്കുറിച്ച് മോശം പറയാൻ പാടില്ല, അതാണ് അസ്ല, അതാണ് അടിത്തറ. പിന്നെ എപ്പോഴാണ് സംസാരിക്കുന്നത്? മസ്ലഹത്തിന് വേണ്ടിയാണ് ബിദഅത്തുകാർക്കെതിരെ സംസാരിക്കുന്നത്, അതുപോലെ ദീനിനെതിരെ ഇതൊക്കെ എപ്പോഴാണ്, എന്തിനാണ് അനുവദിച്ചത്? ഒരു മസ്ലഹത്തിന് വേണ്ടിയാണ്, ദീൻ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തിൽ. ഈ ഉദ്ദേശം സാധിക്കുന്നിടങ്ങളിലാണ് നീ സംസാരിക്കേണ്ടത്. എന്നാൽ പല കുട്ടികൾ സംസാരിക്കുന്ന എപ്പോഴാണ്? ഒരു കാര്യമില്ല, വെറുതെ നീ സംസാരിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ചിലപ്പോൾ ഈ പറയുന്ന ഇവൻ്റെ അടുത്ത് ഈ സംസാരം കേൾക്കുന്ന മനുഷ്യർക്ക് ഈ പറഞ്ഞ ആളെ പേരെന്നെ അറിയുന്നുണ്ടാവില്ല, ഈ ഷെയ്ഖിനെ തന്നെ കേട്ടിട്ടുണ്ടാവില്ല. എന്നാലും അവൻ നാട്ടിൽ പോയിട്ട് ഇന്ന ഷെയ്ഖ് അങ്ങനെ, ഇന്ന ഷെയ്ഖ് അങ്ങനെ, ഇന്ന ഷെയ്ഖ് ഇങ്ങനെ. നീ പഠിച്ചു തുടങ്ങുന്നുള്ളൂ. ഇപ്പോൾ തന്നെ നീ അവർക്കും ഇവർക്കും മറുപടി പറയാൻ തുനിയരുത്. അങ്ങനെ ഒരാൾ ഒരു ബിദഅത്തുകാരൻ്റെ അപകടത്തിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തിരുത്തരുത് എന്നല്ല ഞാൻ പറഞ്ഞത്, തിരുത്തണം, സംശയമല്ല. പക്ഷെ ഒരു ദീൻ പഠിക്കുന്ന വിദ്യാർത്ഥി ഒരു മര്യാദകളും പാലിക്കാതെ ആളുകൾക്കെതിരെ സംസാരിക്കാൻ ഇറങ്ങാന്നുള്ളത് ശരിയായ കാര്യമല്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞു, നോക്കൂ, വജദ്തു ആമ്മത ഇൽമി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദ ഹാദൽ ഹൈ മിനൽ അൻസാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുമായി ബന്ധപ്പെട്ട വലിയൊരു ഭാഗം വിജ്ഞാനം അൻസാരികളിൽപ്പെട്ട ഒരു കൂട്ടം ആളുകളിലാണ് എനിക്ക് കണ്ടെത്താൻ സാധിച്ചത്. فإن كنت لأقيل بباب أحدهم, ഞാൻ അവരിൽ ചിലരുടെ വീട്ടിൻ്റെ വാതിലിന് മുൻപിൽ ഉച്ചക്ക് കിടന്ന് മയങ്ങാറുണ്ടായിരുന്നു. അവരെ അന്വേഷിച്ച് അവരെ വീട്ടിലേക്ക് ചെല്ലും. അപ്പോൾ ഉച്ചയായി കഴിഞ്ഞാൽ അവർ ഉറങ്ങുന്ന സമയമാണെന്ന് വിചാരിച്ചാൽ അദ്ദേഹം പറയും, ഞാൻ അവരുടെ വീട്ടിൻ്റെ വാതിലിൻ്റെ മുൻപിൽ കിടന്നുറങ്ങും. വലൗ ശിഅ്തു അൻ യുഅ്ദന ലി അലൈഹി ലഉദിന ലി അലൈഹി, ഞാൻ വീട്ടിൽ കയറട്ടെ എന്ന് ചോദിച്ചാൽ അവരെനിക്ക് സമ്മതം തരുമെന്ന് എനിക്കറിയാം. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹോദര പുത്രനാണ് ഇബ്നു അബ്ബാസ്. വലിയ സ്ഥാനമുണ്ട്, അഹ്ലുൽ ബൈത്തിൽപ്പെട്ടയാളാണ്. അദ്ദേഹം പറയും, ഞാൻ അവരോട് അനുവാദം ചോദിച്ചാൽ അവർ എന്നെ വീട്ടിൽ കയറ്റുമെന്ന് എനിക്കറിയാം. വലാകിൻ അബ്തഗി ബിദാക തീബ നഫ്സിഹി, പക്ഷേ ഞാൻ അതുകൊണ്ട് ആഗ്രഹിച്ചിരുന്നത് എന്താണ്? ഞാൻ ആരുടെ പഠിക്കാൻ പോകുന്നത് അയാളുടെ മനസ്സ്
നല്ല അവസ്ഥയിൽ ഞാൻ ദീൻ പഠിക്കണമെന്ന് അവരൊരു മര്യാദ പാലിക്കുക. ദീൻ പഠിക്കുന്ന ആൾ, പഠിപ്പിച്ചിരുന്ന ആൾക്കാർ അദബ് പാലിക്കുക, അവരെ ആദരിക്കുക എന്നുള്ളത് ദീനി പഠനത്തിൻ്റെ മര്യാദകളിൽ പെട്ടതാണ്. അദ്ദേഹം പറഞ്ഞു ഫിൽ ഖൗലി വൽ ഫിഅൽ, വാക്കിലും പ്രവൃത്തിയിലും ഇൽമിനോട് ഇഹ്തിറാം ഉണ്ടായിരിക്കണം, ആദരവുണ്ടായിരിക്കണം. വാക്കുകൊണ്ട് ആദരിക്കുന്നതിൻ്റെ ഭാഗമാണ് ഇൽമ്. അതിൻ്റെ ആദരവോട് കൂടി അല്ലാതെ സംസാരിക്കരുത് എന്നത്. നോക്കൂ, ഇമാം മാലിക് റഹിമഹുല്ലാ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ അദ്ദേഹം ഹദീസ് പറയുന്നതിന് വേണ്ടി വരുന്നതിന് മുൻപ് തയ്യാറെടുക്കുമായിരുന്നു എന്നാണ്. വുദൂ ചെയ്യും, അതുപോലെ തന്നെ നല്ല വസ്ത്രം ധരിക്കും, നല്ല ചെരുപ്പ് ധരിക്കും. നല്ല വസ്ത്രത്തിൽ വന്നിരുന്നു കൊണ്ട് അദ്ദേഹം ഇൽമ് സംസാരിക്കാറുണ്ടായിരുന്നു. എന്തുകൊണ്ട്? ഇൽമിനോടുള്ള ഇഹ്തിറാമുണ്ട്. അപ്പോൾ വാക്കുകളിൽ ചില സമയത്ത് ഇപ്പോൾ നമ്മൾ ചില സ്ഥലത്തിരിക്കുമ്പോൾ ചിലത് പറയാൻ യോജിച്ച സ്ഥലമായിരിക്കില്ല, അപ്പോൾ ഒന്നിൽ മാറി നിന്നിട്ട് സംസാരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം പറഞ്ഞപ്പോൾ അവിടെ സലാം അടക്കാതിരുന്നില്ലേ? എപ്പോൾ? വുദൂ ഇല്ലാത്ത സമയത്തായപ്പോൾ വുദൂ എടുത്തതിന് ശേഷം അദ്ദേഹത്തോട് പോയി സലാം മടക്കി. അപ്പോൾ ഇൽമിന് ഇഹ്തിറാമുണ്ട്. അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റാണ് ഇൽമിലുള്ളത്. അപ്പം അത് ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം സംസാരിക്കേണ്ടത്. ഒരാൾ അനിവാര്യ സാഹചര്യത്തിൽ സംസാരിക്കുന്നതിനെ കുറിച്ചല്ല, പൊതുവെയുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഫിൽ ഖൗലി വൽ ഫിഅലി വൽ ആദാബ ഫൽതസിമി, അതുപോലെ ഇൽമിൻ്റെ അദബുകൾ നീ മുറുകെ പിടിക്കുകയും ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇൽമു പഠിക്കുക എന്നതിൽ ആദ്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്നാണ് അദബുകൾ ശ്രദ്ധിക്കുക എന്നത്. അടുത്തതായി അദ്ദേഹം പറഞ്ഞു വജ്ഹദ് ബിഅസ്മിൻ ഖവിയ്യിൻ ലൻ സിനാഅ ലഹു ലൗ യഅലമുൽ മർഉ ഖദ്റൽ ഇൽമി ലം യനമി. വജ്ഹദ് ബിഅസ്മിൻ ഖവി, നീ ഇൽമിൻ്റെ മാർഗത്തിൽ ഇജ്ഹദ്, ജിഹാദ് ചെയ്യുക. ജാഹിദ് എന്നാണ് പറയേണ്ടത്. വജ്ഹദ് എന്നാണ് നീ നന്നായി പരിശ്രമിക്കുക. വജ്ഹദ്, ശക്തിയിൽ പരിശ്രമിക്കുക, ഉറക്കം തൂങ്ങിയിട്ടല്ല, പതുക്കെയല്ല. വജ്ഹദ്, പണിയെടുക്കുക. ചില ദിവസങ്ങളിൽ ഇൽമിനു വേണ്ടി തഅബ് അനുഭവിക്കുക, ക്ഷീണം അനുഭവിക്കുക, ഉറക്കം നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുക. ഒരു കാര്യത്തിന് പിറകെ കൂടി അതിൻ്റെ പിറകിൽ തന്നെ ഇരിക്കുക. മുൻഗാമികളുടെ ചരിത്രത്തിൽ പലതും കാണുന്നത്. ഇപ്പോൾ ഞാൻ പറയുന്നത് പലതും മുൻഗാമികളുടെ ചരിത്രമാണ്. ഞാൻ ഇത് ചെയ്യുന്നു എന്ന അർത്ഥത്തിലല്ല, ഇത് എനിക്ക് കൂടിയുള്ള വസിയത്താണ്. ഞാനിതെല്ലാം ചെയ്യുന്നെങ്കിൽ നിങ്ങളെല്ലാവരും കൂടി ചെയ്തോളി എന്ന അർത്ഥത്തിലല്ല, ഇതെനിക്കുമുള്ള വസിയത്താണ്. താലിബുൽ ഇൽമ് എന്ന അർത്ഥത്തിൽ ഞാനും ചെയ്യേണ്ടത്, നിങ്ങളും ചെയ്യേണ്ടത്. ഇനി ഇവിടെ പറയുന്ന ഒരു കാര്യവും ഇതെല്ലാം ഞാൻ ചെയ്തു എന്ന അർത്ഥത്തിലല്ല. ഇത് നമുക്കെല്ലാവർക്കുമുള്ള വസിയത്താണ്. കേവലം പരസ്പരമുള്ള തനാസുഹല്ലാതെ, ഉപദേശമല്ലാതെ ഞാനിതെല്ലാം ചെയ്തിട്ടുണ്ട് ഇനി ബാക്കിയെല്ലാവരും ചെയ്തോളി എന്ന അർത്ഥത്തിലല്ല ഞാനിത് പറയുന്നത്. വജ്ഹദ്, നന്നായി പരിശ്രമിക്കുക. വജ്ഹദ് ബിഅസ്മിൻ ഖവി, നല്ല ശക്തമായ തീരുമാനത്തോടുകൂടി, ഉറച്ച തീരുമാനത്തോടുകൂടി നീ ഇൽമിൻ്റെ മാർഗത്തിൽ പരിശ്രമിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നതുപോലെ അല്ലാഹുമ്മ ഇന്നി അസ്അലുക അസ്സബാത ഫിൽ അംർ വൽ അസീമത അല റുഷ്ദ്. മഹ്തറമ ദുആയിൽ പെട്ടതാണ്. എല്ലാ ഖൈറുകളും ഒരുമിപ്പിക്കുന്ന ദുആയിൽ പെട്ടതാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക അസ്സബാത ഫിൽ അംർ വൽ അസീമത അല റുഷ്ദ് എന്ന് തുടങ്ങുന്ന ദുആ. അല്ലാഹുവേ, ഞാൻ നിന്നോട് അസ്സബാത ഫിൽ അംർ, ഒരു കാര്യത്തിൽ സ്ഥൈര്യത, ദീനിൻ്റെ കാര്യത്തിൽ സ്ഥൈര്യതയോടുകൂടി നിലനിൽക്കാൻ തൗഫീഖ് നൽകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. വൽ അസീമത അല റുഷ്ദ്, നന്മ പ്രവർത്തിക്കാനുള്ള അസീമ, ഉറച്ച തീരുമാനം, അത് എനിക്ക് നൽകണേ എന്ന് അള്ളാഹുവെ ഞാനോട് ചോദിക്കാൻ. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞേക്കാണ്, അള്ളാഹു സുബ്ഹാനഹു തആല ഒരു കൽപ്പന നൽകിയാൽ ഒരു മനുഷ്യന് 7ഓളം വാജിബുകളുണ്ട്. അത് പഠിക്കണം, അതുപോലെ തന്നെ അതിനെ സ്നേഹിക്കണം. അങ്ങനെ അദ്ദേഹം പല പദവികൾ പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞു അതിലൊരു പദവി അസ്മാണ്. ധാരാളം ആളുകൾക്ക് ഹക്ക് അറിയാം, അതിനോട് ഇഷ്ടമുണ്ട്, അത് ചെയ്യണമെന്ന ആഗ്രഹവുമുണ്ട്. പക്ഷേ എന്താ പ്രശ്നം? അസ്മില്ല, ഉറച്ച ഒരു തീരുമാനമെടുത്തിട്ടില്ല. നീ ദീൻ പഠിക്കാൻ ഇറങ്ങിയതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ച് നിൽക്കരുത്. നീ ഇത് പഠിക്കാൻ ഉറച്ച തീരുമാനമെടുക്കുക. ആളുകൾ ഈ ജിമ്മിലും മറ്റൊക്കെ പോയി കഴിഞ്ഞാൽ എത്ര ശക്തിയിലാണ് പണിയെടുക്കുന്നത്. അവനവൻ്റെ കയ്യിലെ മസിൽ വരാൻ വേണ്ടിയിട്ട് ആ ഫലം കാണുന്നത് വരെ അയാൾ നിർത്തുന്നില്ല. അതിനുവേണ്ടി ഉറച്ച പണിയെടുക്കുകയാണ്. ബിസിനസ്സിലിറങ്ങിയ ആളുകളെ നോക്കൂ നിങ്ങൾ, അവരുടെ വിജയം കാണുന്നത് വരെ. താലിബുൽ ഇൽം ദീനിൻ്റെ വഴിയിൽ പ്രവേശിച്ചവനാണ്. നീ ഇതിൽ ഖവിയ്യായ അസീമത്തോടുകൂടി ഇറങ്ങുക, ഉറച്ച തീരുമാനത്തോടുകൂടി. അങ്ങനെ ഇങ്ങനെ നിന്നിട്ട് ഒന്ന് നോക്കട്ടെ, ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ, അങ്ങനെയല്ല.
വജ്ഹത് ബിഅസ്മിൻ ഖവിയ്യിൻ ലൻ സിനാഅ ലഹു. ലൻ സിനാഅ ലഹു അതിൽ യാതൊരു ദൗർബല്യവും ഇല്ലാത്ത വിധത്തിൽ, ഒരു മടുപ്പോ ഒരു തിരിച്ചുപോക്കോ ഇല്ലാത്ത വിധത്തിൽ. ലൗ യഅലമുൽ മർഉ ഖദ്റൽ ഇൽമി ലം യനമി. ഒരു മനുഷ്യന് ഇൽമിൻ്റെ ഖദർ മനസ്സിലായിരുന്നെങ്കിൽ ലം യനമി, അവൻ ഉറങ്ങുകയില്ലായിരുന്നു. ഉറങ്ങില്ല, തീരെ ഉറങ്ങില്ല എന്നാണ്, അല്ല, ഉറക്കം കുറക്കുമായിരുന്നു. ആവശ്യത്തിന് മാത്രം അവൻ ഉറങ്ങുമായിരുന്നു. അള്ളാഹു നമ്മളെ അടുത്ത് സംഭവിക്കുന്ന കുറവുകൾക്ക് അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. ഒരാൾ മനുഷ്യന് ഇൽമിൻ്റെ പ്രാധാന്യം മനസ്സിലായിരുന്നെങ്കിൽ അവൻ ഉറക്കം ആവശ്യത്തിന് മാത്രമേ എടുക്കുമായിരുന്നു. ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ പറയപ്പെട്ട കാര്യങ്ങളിലൊന്ന്, അദ്ദേഹത്തോടൊപ്പമുള്ള യാത്രയിൽ ഒരിക്കൽ ഒരാൾ പറഞ്ഞു, ഞങ്ങൾ ഒരു മുറിയിലാണ് കിടന്നിരുന്നത്. ഇമാം ബുഖാരി റഹിമഹുല്ലാ ഉറക്കത്തിൻ്റെ അദ്ദേഹം പറയും, 15 തവണ ഞാൻ അദ്ദേഹത്തെ 15 തവണ അദ്ദേഹം ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുകയും തൻ്റെ അടുത്തുള്ള വിളക്ക് കൊളുത്തുകയും അതിൻ്റെ തീനാളം ഉയർത്തുകയും കയ്യിലുണ്ടായിരുന്ന ഏടെടുത്ത് അതിൽ എഴുതി വെക്കുകയും പിന്നീട് വീണ്ടും അത് അടച്ചു വെച്ച് കിടന്നുറങ്ങുകയും ചെയ്യും. വീണ്ടും എഴുന്നേൽക്കുക. അങ്ങനെ അദ്ദേഹം 15 തവണ ഉറക്കത്തിനിടയിൽ. കാരണം ഒരു മനുഷ്യൻ്റെ ശുഗ്ല് അതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് നിങ്ങൾ ചിലപ്പോൾ നമുക്ക് ചിന്തിച്ചാൽ അത് മനസ്സിലാവുന്നില്ല. ഒരു മനുഷ്യൻ്റെ ശുഗ്ല് അതാണ് അല്ലേ? നിങ്ങൾ ചെറുപ്പത്തിൽ സ്കൂളിൽ വല്ല ടൂറോ മറ്റോ പോയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, എന്തെങ്കിലും ദൂരയാത്രക്ക് അല്ലേ? അന്ന് രാത്രി കിടന്നുറങ്ങുന്നത് എങ്ങനെയാണ്? ഉറക്കം കിട്ടില്ല. എപ്പോൾ രാവിലെ ഇത് ചിന്തിച്ചിട്ടായിരിക്കും കിടക്കുക. കാരണം നിൻ്റെ ആഗ്രഹങ്ങളിലെ കഠിനമായ ആഗ്രഹം അതാണ്. പക്ഷെ ഒരു മനുഷ്യന് ഇൽമ് ഏറ്റവും ശക്തമായ ആഗ്രഹമാകുമ്പോൾ അയാൾക്ക് ഉറങ്ങാൻ കിട്ടുന്നില്ല. ഉറങ്ങിയാൽ ചിന്ത ഇതാണ്, ഇൽമിലാണ് ചിന്തയുള്ളത്. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ സമാനമൊരു സംഭവമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഒരിക്കലൊരു മഖ്തൂത്ത്, ഒരു കയ്യെഴുത്ത് പ്രതി ഞാൻ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഒരു വാക്ക് എങ്ങനെ ചിന്തിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു വാക്ക് എങ്ങനെ നോക്കിയിട്ട് അത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അതേപോലെ ഞാൻ ഈ ചിന്തയുമായിട്ട് അവസാനം കിടന്നുറങ്ങി. ഉറക്കത്തിൽ ഞാൻ സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ ഈ ഏട് മുന്നിൽ വരുന്നു. അതിൽ ഈ വാക്കഥ തെളിഞ്ഞു കാണുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഉറക്കത്തിൽ പെട്ടെന്ന് എഴുന്നേറ്റു, മഖ്തൂത്ത് എടുത്തു നോക്കി, അതേ വാക്കാണ്. ആ വാക്ക് അത് തന്നെയാണ്. ഒരു മനുഷ്യൻ്റെ ശുഗ്ൽ ഇതിലാകുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞ പോലെ സ്വപ്നം 3 തരത്തിലുണ്ട്. അള്ളാഹുവിൽ നിന്നുള്ളത്, പിശാചിൽ നിന്നുള്ളത്, മനുഷ്യൻ ചിന്തിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ ചിന്ത, നിങ്ങൾ വെള്ളം കുടിക്കാൻ ദാഹിച്ച് കഠിനമായ ദാഹത്തോടെ ഉറങ്ങിയാൽ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും സ്വപ്നത്തിൽ മുഴുവൻ ഉണ്ടാവുക. മനുഷ്യൻ്റെ ആഗ്രഹം എന്താണ് സ്വപ്നത്തിൽ വരും. ഇമാമീങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉറക്കം വരെ ഈ ഉറക്കമായിരുന്നു. അതുകൊണ്ട് ചില ആൾക്കാർ ഉറക്കം തീരെ കുറഞ്ഞത് കാരണത്താൽ ദീനിനു വേണ്ടിയുള്ള പഠനത്തിനു വേണ്ടി സമയം മാറ്റി വെച്ച് ഉറക്കം തീരെ കുറഞ്ഞുപോയ ആളുകൾ, അത് കാരണത്താൽ അള്ളാഹു അലം, റബ്ബിനറിയാം, അള്ളാഹു ഓരോരുത്തർക്ക് എന്തുകൊണ്ടാണ്. ചിലരുടെ മരണം നേരത്തെ എന്നെ ഉദ്ദേശിച്ചത് ഖളാ മാറി എന്ന അർത്ഥത്തിലല്ല, മറിച്ച് അവരുടെ ആരോഗ്യം ക്ഷയിക്കാൻ അത് കാരണമായി തീർന്നു ചില പറഞ്ഞേക്കാം. ഇൽമിനോടുള്ള ശഗഫ് കാരണം, ആഗ്രഹം കാരണം, ഇത് ലഭിക്കാനുള്ള. ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തെക്കുറിച്ച് അത് പറയപ്പെട്ടതായി കാണും. ചില ആളുകളോട് ചോദിച്ചു, ബിമ അദ്റക്തൽ ഇൽം, നിങ്ങൾ എങ്ങനെയാണ് ഇൽമു പഠിച്ചത്? അദ്ദേഹം പറഞ്ഞു, ബിൽ മിസ്ബാഹി വൽ ജുലൂസി ഇല സബാഹ്. വിളക്കിൻ്റെ അടുത്ത് ഇരുന്നിട്ടും രാവിലെ വരെ സുബ്ഹി വരെ ഉറക്കം ഒഴിവാക്കി ദീനിനു വേണ്ടി മാറിയിരുന്നുകൊണ്ട്. സഹോദരങ്ങളെ, ഇത് ഉറക്കം ഒഴിവാക്കിയിരിക്കുക എന്നുള്ളത് ഞാനിനി ഉറങ്ങാതിരിക്കട്ടെ എന്ന് തീരുമാനിച്ചു ഉറങ്ങാതിരിക്കുന്നതല്ല. നിനക്കൊരു കാര്യത്തോട് ഇഷ്ടമുണ്ടായിക്കഴിഞ്ഞാൽ, നിനക്കത് അതീവ ആഗ്രഹമുള്ളതെങ്കിൽ നിനക്ക് ഉറങ്ങാൻ പറ്റില്ല. ഇതിന് മസാലയുടെ പിറകിലാണ്. അത് കിട്ടാതെ നിനക്ക് ഉറങ്ങാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുക. അതാണ് ഈ പറയുന്നത്. ഞാൻ ഇനി മുതൽ തീരെ ഉറങ്ങുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നിനക്ക് ഇൽമിനോടുള്ള മഹബ്ബത്ത് അധികരിക്കുന്നതിനനുസരിച്ച് ഇത് നിന്നിൽ പ്രകടമാകുന്നതാണ്. അൽ ഹസനുൽ ലുഅ്ലുഇ, ഇത് അദബിൻ്റെ കിതാബുകളിൽ ഈ പറഞ്ഞ ആധാറുകൾ പലതും കാണാം. അദ്ദേഹം പറഞ്ഞു, ഗബർതു 40 ആമൻ മാ ഖിൽതു വലാ ബിത്തു വലാ തകാതു ഇല്ലാ വൽ കിതാബു മൗദൂഉൻ അലാ സദ്രി. അദ്ദേഹം പറയാണ്, ഞാൻ 40 വർഷം ജീവിച്ചപ്പോൾ, 40 വർഷത്തെ കാലയളവിൽ ഞാൻ രാത്രി ഉറങ്ങിയിട്ടില്ല, ഉച്ചയുറക്കം നടത്തിയിട്ടില്ല,
അതുപോലെ എവിടെയെങ്കിലും ഒന്ന് ചാരിയിരുന്നൊന്ന് മയങ്ങിയിട്ട് പോലുമില്ല. ഇല്ല വൽ കിതാബു മൗദൂഉൻ അലാ സദ്രി, എൻ്റെ നെഞ്ഞത്തൊരു കിതാബില്ലാതെ, ഒരു കിതാബ് വെക്കാതെ ഞാൻ ഉറങ്ങിയിട്ടില്ല. നമ്മൾ കിതാബ് എടുത്ത് വായിച്ചാൽ വേഗം ഉറങ്ങും, അങ്ങനെയല്ല. മറിച്ച് അദ്ദേഹം കിതാബിനോടുള്ള ആഗ്രഹം കാരണത്താൽ അദ്ദേഹം കിതാബ് നെഞ്ഞത്തില്ലാതെ അദ്ദേഹം ഉറങ്ങിയിട്ടില്ല, വായിക്കാനുള്ള ആഗ്രഹം കാരണത്താൽ. നിങ്ങൾ നോക്കൂ, മുൻഗാമികളുടെ കിതാബുകൾ പല മുഖ്തസറാത്തുകളുടെ തുടക്കത്തിൽ എന്താ ഉള്ളത്? എന്താ പണ്ഡിതന്മാർ മുഖ്തസറാത്തുകളുടെ ആരംഭത്തിൽ ഇത് എഴുതാനുള്ള കാരണം എന്താ? വലാകിന്നൽ ഹിമമ ഖദ് ഖസുറത്ത്. പല മുഖ്തസറത്തിൽ കാണാൻ ഈ കാലഘട്ടത്തിൽ ഹിമ്മത്ത് വളരെ കുറഞ്ഞുപോയി. ആൾക്കാർക്ക് വലിയ കിതാബൊന്നും വായിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ നോക്കൂ, പഴയ കാലത്തെ കിതാബുകൾ രചിച്ചത് കോപ്പി പേസ്റ്റ് കൊണ്ടല്ല. എഴുതാനുള്ള നല്ല ഏടുകൾ പോലും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഓരോ തവണയും ഒരു ഏടിൽ എഴുതി വെക്കണമെങ്കിൽ പേനമക്ഷിയിൽ മുക്കണം, വീണ്ടും എഴുതണം. കുറച്ചൊന്ന് എഴുതിയാൽ അത് പിന്നെ എടുക്കും. ഇങ്ങനെയാണ് അവർ എഴുതി വച്ചിരുന്നത്. ഇതാണ് 40-50 വോള്യങ്ങളിലായിരിക്കുന്നത്. വായിച്ചു തീർക്കാൻ വരെ നമുക്ക് സാധിക്കുന്നില്ല. മുൻഗാമികളും നമ്മൾ തമ്മിൽ വ്യത്യാസം നോക്കൂ. അതുകൊണ്ടാണ് സഹോദര, ശ്രദ്ധിച്ചാൽ നിനക്ക് മനസ്സിലാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കാലഘട്ടത്തിലെയും ജനങ്ങളുടെ ഹിമ്മത്തിനനുസരിച്ച്, ദീനിനോടുള്ള താല്പര്യത്തിനനുസരിച്ചാണ് അത് എളുപ്പമാക്കിയത്. പഴയ കാലത്തെ മനുഷ്യർ 2 മാസവും 6 മാസവും വഴിദൂരം യാത്ര ചെയ്ത് ദീൻ പഠിക്കാൻ താല്പര്യമുള്ളവരായിരുന്നു. അന്ന് കമ്പ്യൂട്ടറില്ല, അന്ന് ഈ പറഞ്ഞ സൗകര്യങ്ങളും. പക്ഷെ അവർക്കതിന് താല്പര്യമുണ്ട്. അവർ 6 മാസം പോവും. അവർക്കത് പ്രശ്നമല്ല. നമ്മളോടാണെങ്കിലും എത്ര നമ്മൾ യാത്ര ചെയ്യും, എത്ര നമ്മൾ കഷ്ടപ്പെടും. ഈ കാലഘട്ടത്തിൽ ഹിമ്മത്ത് കുറഞ്ഞപ്പോൾ, പഠിക്കാനുള്ള താല്പര്യത്തിൽ കുറവെന്ന് ഇത് വിരലുമ്പലായി. വിരലുകൊണ്ട് ഞെക്കിയിട്ട് പഠിക്കാൻ ഇത്രയും വഴി ഉണ്ടായിട്ട് ഇത്ര ആൾക്കാർ പഠിക്കുന്നുണ്ട്. എന്നിട്ട് വരെ ആൾക്കാർ പഠിച്ചിട്ടുന്നില്ല. ആളുകളുടെ താല്പര്യം കുറയുന്നതിനനുസരിച്ച് ഇൽമിൻ്റെ വസീലത്തുകൾ, ഇൽമ് നേടാനുള്ള വഴികൾ എളുപ്പമാക്കുന്നത് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഹുജ്ജത്ത് അള്ളാഹു സ്ഥാപിക്കുന്നതാണ് മനുഷ്യർക്ക് മുകളിൽ. അവരെ താല്പര്യം കുറഞ്ഞാൽ അവരെ താല്പര്യത്തിന് യോജിച്ച വിധത്തിൽ വിജ്ഞാനം ഇവിടെ മുന്നിലുണ്ടായിരിക്കും. അപ്പോൾ അത് ദീനിനോടുള്ള ഹിമ്മത്ത് അധികരിപ്പിക്കാൻ സഹായിക്കുന്ന. അദ്ദേഹം പറഞ്ഞു, വന്നുസ്ഹു ഫബ്ദുൽഹു ലിത്തുല്ലാബി മുഹ്തസിബൻ ഫിസ്സിർരി വൽ ജഹരി വൽ ഉസ്താദ ഫഹ്തരിമി. വന്നുസ്ഹ, നസീഹത്തി എന്നത് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദീനു അൻ നസീഹ. ദീൻ എന്നാൽ നസീഹത്താണ്. ദീൻ എന്നാൽ കൂറുപാലിക്കലാണ്, അല്ലെങ്കിൽ ഗുണകാംക്ഷയാണ്. എന്താ കൂറുപാലിക്കുക എന്നാണ്? അള്ളാഹുവിനോട് കൂറുപാലിക്കുക. എൻ്റെ റബ്ബ് അവനെ ഞാൻ ഒരിക്കലും, അള്ളാഹുവിൻ്റെ ജനാബിന് ഞാൻ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഒരു പോറലേൽപ്പിക്കാൻ സമ്മതിക്കുകയില്ല. ലില്ലാഹി വലി കിതാബ്, അള്ളാഹുവിൻ്റെ കിതാബിനും അതുപോലെ തന്നെ. അള്ളാഹുവിൻ്റെ കിതാബിനോട് ഞാൻ ഒരിക്കലും, ഞാനത് നസീഹത്തുള്ളവനാണ്. അള്ളാഹുവിൻ്റെ കിതാബ് എൻ്റെ കാര്യമാണ്. അതുപോലെ തന്നെ വലിയ റസൂലിഹി വലിയ അമ്മത്തുൽ മുസ്ലിമീനോ അമ്മത്തെയും, സാധാരണ മുസ്ലിമീങ്ങളോടുള്ള നസീഹത്ത് അതിൽപ്പെട്ടതാണ്. അദ്ദേഹം പറയും, വന്നുസ്ഹ ഫബ്ദുൽഹു ലിത്തുല്ലാബി മുഹ്തസിബൻ. നസീഹത്തുള്ളവനാണ്, നസീഹത്ത് കൊടുക്കുകയും ചെയ്യുക. ആർക്ക്? ലിത്തുല്ലാബ്, വിദ്യാർത്ഥികൾക്ക്, ദീൻ പഠിക്കുന്ന ആളുകൾക്ക്. എങ്ങനെ കൊടുക്കണം? മുഹ്തസിബൻ, അള്ളാഹുവിൻ്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് നീ ദീൻ പഠിക്കുന്നവരോട് നസീഹത്ത് പുലർത്തുക. ദീൻ പഠിക്കുന്ന ആൾക്കാർ പല കൊലത്തിലുണ്ടായിരിക്കും. ഈ പറഞ്ഞ തുല്ലാബുകളിൽ നിൻ്റെ അടുത്തുനിന്ന് ദീൻ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടും, നിന്നോടൊപ്പം ദീൻ പഠിക്കുന്ന വിദ്യാർത്ഥികളും ഉൾപ്പെടും. വെറും നിൻ്റെ അടുത്തുനിന്ന് പഠിക്കാൻ വരുന്നവരോട് മാത്രമല്ല നസീഹത്ത് വേണ്ടത്, മറിച്ച് നിന്നോടൊപ്പം പഠിക്കുന്ന നിൻ്റെ സഹപാഠികളും നിൻ്റെ അടുത്തുനിന്ന് ദീൻ പഠിക്കുന്ന ആളുകളും ഈ പറഞ്ഞതിൽ ഉൾപ്പെടും. 2 ആളുകളോട്. അതല്ലെങ്കിൽ നിൻ്റെ അടുത്തുനിന്ന് പഠിക്കുന്നില്ല, നീ കുറച്ച് വലിയ ആളായി, അപ്പോൾ നിൻ്റെ താഴെ കാണുന്ന ചെറിയ കുട്ടികളുണ്ടായിരിക്കും. നീ ചിലപ്പോൾ പഠിപ്പിക്കുന്നൊന്നും ഉണ്ടാവില്ല, എന്നാൽ അവരോടും ദീൻ പഠിക്കുന്ന ആരോടും നിനക്ക് എന്തുണ്ടാവുക? നസീഹത്തുണ്ടാവുക. നീ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥിയോട് നിനക്ക് നസീഹത്തുണ്ടാകണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പലർക്കും അത് പെട്ടെന്ന് മനസ്സിലാകും. പക്ഷെ നിങ്ങൾ പഠിക്കുന്ന നിൻ്റെ സഹപാഠിയോട് നിനക്ക് നസീഹത്തുണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ദീൻ പഠിക്കുമ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ, ചില മസല പഠിക്കാൻ നമുക്കൊരു എളുപ്പമുള്ള വഴി കിട്ടും.
ഒരു എളുപ്പമുള്ള മാർഗം ലഭിക്കും. അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കിതാബിന് നല്ല എളുപ്പമുള്ള ഒരു ഷർഹ് നിങ്ങൾ കണ്ടെത്തും. അപ്പോൾ ഇത് ഇവനെ അറിയിക്കാതെ എങ്ങനെയെങ്കിലും കൊണ്ടടക്കണം. അവനത് കാണിച്ചു കൊടുക്കരുത്. എക്സാമിന് എനിക്ക് തന്നെ വേണം ഏറ്റവും മാർക്ക്. അല്ലെങ്കിൽ ഉസ്താദ് ഈ വിഷയം എടുക്കുമ്പോൾ എനിക്ക് നല്ല നല്ല ചോദ്യങ്ങൾ ചോദിക്കണം. ഇവനിത് കാണിച്ചു കൊടുത്താൽ പിന്നെ അവനത് മനസ്സിലാവും. ഇങ്ങനെ ആവരുത്. ദീൻ പഠിക്കുന്നതിൽ ഒരിക്കലും ഈ സ്വഭാവം കാണിക്കരുത്. നിനക്ക് അള്ളാഹ് ഒരു വഴി എളുപ്പമാക്കി തന്നാൽ വേറൊരാൾക്ക് പകർന്നു കൊടുക്കുക. ഒരാൾക്ക് പകർന്നു കൊടുക്കുന്നത് കൊണ്ട് നീ ഒരിക്കലും പരാജയപ്പെടാൻ പോകുന്നില്ല. മൻ തവാദഅ ലില്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി വിനയം കാണിച്ചാൽ അള്ളാഹുവിന് ഇസ്സത്ത് കൊടുക്കും. ഒപ്പം പഠിക്കുന്ന ദീൻ പഠിക്കുന്ന നിന്റെ സഹപാഠികളോട് നിനക്ക് നസീഹത്ത് ഉണ്ടാവും. അവർക്ക് നല്ല വഴികൾ കാണിച്ചു കൊടുക്കും. നിനക്ക് എളുപ്പമുള്ള വഴി അറിയെങ്കിൽ അവർക്ക് കാണിച്ചു കൊടുക്കുക. അതിങ്ങനെ ചെയ്യാൻ പറ്റും, ഇങ്ങനെ ചെയ്യാൻ പറ്റും. ചില ആളുകൾക്ക് പല രൂപത്തിലുള്ള വസീലകൾ അറിയുന്നുണ്ടായിരിക്കും, ദീൻ പഠിക്കുന്ന മാർഗങ്ങൾ അല്ലെങ്കിൽ രേഖപ്പെടുത്താനുള്ള വഴികൾ. ഇനി ഒന്നും വേണ്ട, ചിലപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ കുറേ എഴുതാനുണ്ടാവും. അപ്പോൾ നിനക്കൊരു നല്ല പേന കിട്ടി, എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്നൊരു പേന, അതൊരു നസീഹത്താണ്. എൻ്റെ സഹപാഠിയോട് വേണ്ട, ഈ പേന നല്ല നല്ല പേനയാണ്, കൊണ്ട് എഴുതിയാൽ കയ്യൊല്ലാതെ കടയുന്നില്ല, അതൊരു നസീഹത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. ഒരു മനുഷ്യൻ അവനവന് ആഗ്രഹിക്കുന്നത് തൻ്റെ സഹോദരനും ആഗ്രഹിക്കുന്നത് വരെ അവൻ്റെ ഈമാൻ പരിപൂർണമാവില്ല. പണ്ഡിതന്മാർ പറഞ്ഞു അവനവന് ആഗ്രഹിക്കുന്നത് തൻ്റെ സഹോദരനും ആഗ്രഹിക്കുക എന്നുള്ള വാജിബാണ്, നിർബന്ധമാണ്. എനിക്കുള്ള പോലെ അവനും കിട്ടണം. ചില ഉലമാക്കൾ പറഞ്ഞു അതിൽ ഉന്നതമായ പദവിയുണ്ട്. എനിക്ക് ലഭിക്കുന്നതിനേക്കാൾ ഹൈറായത് എൻ്റെ സഹോദരന് ലഭിക്കണം. അങ്ങനെ ഒരു സുഹൃത്തിനെ നിനക്ക് കിട്ടാന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത വളരെ വിരളമാണ് കിട്ടാൻ. നിൻ്റെ ഹൈറുകൾ പ്രയാസമുണ്ടാക്കാത്ത, നിനക്ക് ലഭിക്കുന്ന നന്മകൾ പ്രയാസം സൃഷ്ടിക്കാത്തൊരു സുഹൃത്തിനെ ലഭിക്കാൻ നീയും അങ്ങനെ തന്നെ ആയിരിക്കണം. അവൻ പഠിക്കുന്നത് കാണുമ്പോൾ, അവൻ മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ നീ ഒരിക്കലും പ്രയാസപ്പെടണം. അള്ളാഹ് കൊടുത്ത ഫദ്ലാണിത്. നിനക്ക് അള്ളാഹു ചില കഴിവുകൾ തന്നപോലെ അള്ളാഹ് അവനും ചില കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ. എന്തിനെ അസൂയപ്പെടുന്നത്? എന്ത് കാര്യമുണ്ട്? അസൂയക്കാരനെ കുറിച്ച് ചിലർ പറഞ്ഞതുപോലെ അസൂയക്കാരൻ്റെ അവസ്ഥ എന്താണ്? മറ്റൊരുത്തൻ നൽകുന്ന ഹൈറുകൾ കാരണം അവൻ അവനെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറൊരുത്തനെ നോക്കിയിട്ട് അവൻ അള്ളാഹ് കൊടുക്കുന്നത് കണ്ടിട്ട് ഇവൻ അള്ളാഹുവിൻ്റെ ഖദറിനോടാണ് ഈ തസഹുത്ത് കാണിക്കുന്നത്, ദേഷ്യം കാണിക്കുന്നത്. എന്ത് കാര്യമുണ്ട്? അതുകൊണ്ട് വല്ല ഉപകാരം അതുകൊണ്ട് കിട്ടാനുണ്ടോ? ഇല്ല, ഒരു പ്രയോജനം അതുകൊണ്ടില്ല. അതുകൊണ്ട് ഇത് പറയാൻ എളുപ്പമാണ്, പക്ഷേ സഹോദരങ്ങളെ, ഹസദ് എന്നത് വളരെ എളുപ്പത്തിൽ കയറിക്കൂടാവുന്ന കാര്യമാണ്. അതുകൊണ്ട് അവനവനെ പരിശോധിക്കണം. അതുകൊണ്ട് ചിലർ പറഞ്ഞത് ലാ യഖ്ലു ജസദുൻ മിനൽ ഹസദ്, ഒരു ശരീരവും അസൂയയിൽ നിന്ന് മുക്തമല്ല. എല്ലാവരെയും മനസ്സിൽ എന്തുണ്ട്? അസൂയ കയറി വരും. കാരണം മനുഷ്യൻ സ്വാഭാവികമായും മറ്റൊരുത്തനുള്ള ഹൈർ ആഗ്രഹിക്കുന്നവനാണ്. അദ്ദേഹം പറഞ്ഞു വലാകിന്നൽ കരീമ യുഖ്ഫീ, എന്നാൽ മാന്യതയുള്ളൊരു മനുഷ്യൻ അത് തൻ്റെ മനസ്സിലിട്ട് ഇല്ലാതെയാക്കും, അതിനെ നശിപ്പിച്ച് കളയാൻ ശ്രമിക്കും. വല്ലഈം യുബ്ദീ, എന്നാൽ വൃത്തികെട്ട മനുഷ്യൻ അവനത് പുറത്തേക്ക് കാണിക്കും. അപ്പോൾ സഹോദരങ്ങളോടൊപ്പം പഠിക്കുന്നവരോട് നസീഹത്ത് കാണിക്കുക. നിനക്കൊരു നല്ല വഴി കിട്ടിയാൽ എനിക്ക് പറഞ്ഞു കൊടുക്കുക. നീ മാത്രം ഒളിപ്പിച്ചു വെക്കുന്ന സ്വഭാവം നീ കാണിക്കരുത്. അതുപോലെ തന്നെ എങ്ങനെയായിരിക്കണം നസീഹത്ത് കൊടുക്കേണ്ടത്? ഫിസ്സറി, രഹസ്യത്തിലായിരിക്കണം. അതായത് നസീഹത്ത് ഒരു മനുഷ്യൻ്റെ ഒരു കുറവ് തിരുത്താണ്, അല്ലെങ്കിൽ അവൻ്റെ അടുത്തുള്ള ഒരു തെറ്റ് തിരുത്തി കൊടുക്കുകയാണ് എങ്കിൽ രഹസ്യമായി നസീഹത്ത് ചെയ്യാം, പരസ്യമായിട്ടല്ല, ആളുകളുടെ മുൻപിൽ വഷളാക്കിക്കൊണ്ടല്ല. പ്രത്യേകിച്ച് കുട്ടികളെ, വിദ്യാർത്ഥികളെ, മുതിർന്ന ക്ലാസ്സിലുള്ള ആൾക്കാർ. നിങ്ങൾ മുതിർന്ന ക്ലാസ്സിലേക്ക് എത്തുന്നതനുസരിച്ച് നിങ്ങൾ കയറി വന്ന അക്കാലത്തുള്ള അതേ അവസ്ഥയിലാവരുത്. ക്ലാസ് മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവണം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ പെരുമാറ്റത്തിൽ വ്യത്യാസമുണ്ടായിരിക്കണം. ഇപ്പോൾ ഒരാളുടെ അടുത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ രഹസ്യമായി അവന് ഉപദേശിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഇബ്നു റജബ് അൽ ഹംബലി അദ്ദേഹത്തിന് കിതാബുണ്ട്, അൽ ഫർഖു ബൈന നസീഹത്തി വത്തഅയ്യിർ എന്ന പേരിൽ. അതിൽ അദ്ദേഹം പറഞ്ഞേക്കാണ് യുഹിബ്ബൂന അൻ യകൂന സിർറൻ ഫീമാ ബൈനൽ ആമിരി വൽ മഅമൂർ. നസീഹത്ത് എപ്പോഴും പറഞ്ഞു കൊടുക്കുന്നവനും കേൾക്കുന്നവനും ഇടയിൽ രഹസ്യമായിരിക്കണം. ഫഇന്ന ഹാദാ മിൻ അലാമാത്തി നുസ്ഹ്, ഒരു മനുഷ്യന് നസീഹത്തുണ്ട് എന്നതിൻ്റെ അടയാളമാണത് രഹസ്യമാക്കുക എന്നുള്ളത്, പരസ്യമാക്കാതിരിക്കുക.
فإن الناصح ليس له غرض في إشاعة عيوب من ينصح له. ഒരുത്തനോട് ഉപദേശം കൊടുക്കുമ്പോൾ അവൻ്റെ ലക്ഷ്യം എന്തല്ല ഇവനെ എങ്ങനെയെങ്കിലും നാട്ടുകാരെ മുന്നിൽ വഷളാക്കുക എന്നുള്ളതല്ല, ഒരിക്കലും ഇതാവരുത്. وإنما غرضه إزالة المفسدة التي وقع فيها. അവനിൽ ഉണ്ടായിരിക്കുന്ന ഒരു തിന്മ അത് ഇല്ലാതെയാക്കുക എന്നതായിരിക്കണം അവൻ്റെ ഉദ്ദേശം. അപ്പം നസീഹത്ത് ചെയ്യുന്നതിന് മുൻപ് നിയ്യത്ത് ശ്രദ്ധിക്കുക. നസീഹത്തിൽ പോകുന്നതിന് ഒരു വഖഫ, ഏതൊരു അമലിന് മുൻപിലും ഒരു ചെറിയൊരു വഖഫ എടുക്കുന്നത് നല്ലതാണ്. ഒത്തിരി നേരം എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്നൊന്ന് ആലോചിക്കുക. എവിടെ പോകുന്നതിന് മുൻപ് മുൻഗാമിൽ ചിലരെ ദീൻ പഠിക്കാൻ വേണ്ടി ഒരു ദർസിനേക്ക് വിളിച്ചപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറയപ്പെട്ടത് അദ്ദേഹം കുറച്ചു നേരം നിന്നു. എന്നിട്ട് അദ്ദേഹം പറയാൻ ഞാൻ വരാൻ കുറച്ചു നേരം അദ്ദേഹം നിശബ്ദനായി നിന്നു. അത് നീയത്ത് ശരിയാക്കിയത് എന്തിനാണ് ഞാൻ വരുന്നത്? നീ വിളിച്ചുകൊണ്ടാണോ? അല്ല, എനിക്ക് ദീൻ പഠിക്കണം. എൻ്റെ നീയത്ത് എന്തായിരിക്കണം ഇത് ശ്രദ്ധിക്കണം. ഷാഫിഈഹാക്കളിൽ ചിലരെ പറ്റി പറഞ്ഞേക്കണം, അവരിൽ ചിലർക്ക് നീയത്ത് ചൊല്ലി പറയാന്നുള്ളത് വളരെ ശക്തമായി നിബന്ധന വെച്ച ആളുകളുണ്ട്. അവരിൽ ചിലർ മക്കളെ അടിക്കുന്നതിന് മുൻപ് നീയത്ത് എണ്ണി പറയുമായിരുന്നു, ഞാൻ നിന്നെ അടിക്കുന്നത് കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലെ കൽപ്പന പ്രകാരം നിന്നെ അദബ് പഠിപ്പിക്കാൻ നീയത്ത് വെക്കുന്നു എന്ന് പറഞ്ഞിട്ട് അടിച്ചിരുന്നതാണ്. നീയത്ത് ചൊല്ലി പറയുന്നത് ബിദ്അത്താണ്, യാതൊരു സംശയമില്ല. ഇത് ബിദ്അത്താണ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ നീയത്ത് സഹോദരങ്ങളെ ശ്രദ്ധിക്കണം. നസീഹത്ത് കൊടുക്കും, എന്താ നീയത്ത് നീ ശ്രദ്ധിക്കണം. നീയത്ത് നീ കാത്തു സൂക്ഷിക്കുകയും വേണം. നസീഹത്ത് കൊടുത്തവൻ സ്വീകരിച്ചില്ല, അപ്പം നീയത്ത് മാറ്റരുത്. പലപ്പോഴും ആളുകൾക്കിടയിൽ പ്രശ്നം ഉണ്ടാകുന്നത് എപ്പോഴാണ്? നസീഹത്ത് കൊടുക്കാൻ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ പുറത്ത് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി കളയും. അതിൻ്റെ ആവശ്യമില്ല, നീ പറഞ്ഞു കൊടുത്താൽ ഖലാസ്. അവൻ സ്വീകരിച്ചാൽ അന്ന് അൽഹംദുലില്ലാ. പിന്നെ അതിന് മറുപടി ഇതിന് മറുപടി ഇങ്ങനെ ഇതായിട്ട് നടക്കുക, അതിൻ്റെ ആവശ്യമില്ല. ഉലമാക്കളുടെ രീതി നിങ്ങൾ ഈ വിഷയത്തിൽ നോക്കൂ. ഉലമാക്കൾ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ സ്വീകരിച്ച രീതി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചില ആൾക്കാർ രഹസ്യമായിട്ട് ഉപദേശിക്കും, അല്ലെങ്കിൽ രഹസ്യമായി സംസാരിക്കും, എന്ന് നിർത്തുന്നില്ലെങ്കിൽ പുറത്ത് ഒരു വിശദീകരണം ഇറക്കും. ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ എഴുതിയതുപോലെ പല പണ്ഡിതന്മാർ എഴുതിയ കാണാം അങ്ങനെ. പിന്നെ അതിൻ്റെ പിറകിൽ കൂടുക എന്നതൊരിക്കലും എൻ്റെ സ്വഭാവമാക്കരുത്. അറിഞ്ഞു കൊടുക്കുക, അള്ളാഹ് സ്വീകരിച്ച അൽഹംദുലില്ലാ, സ്വീകരിച്ചില്ലെങ്കിൽ ഖലാസ് പ്രശ്നമില്ല. നീ അത് ആലോചിച്ച് ഇങ്ങനെ നടക്കേണ്ടതില്ല. അങ്ങനെ ആക്കാൻ മനസ്സിനെ ശീലിപ്പിക്കാൻ ശ്രമിക്കുക. ഇമാം ശാഫിഈ അദ്ദേഹം പറഞ്ഞു, മൻ വഅദ അഖാഹു സിർറൻ ഫഖദ് നസഹഹു വസാനഹു. ഒരാൾ തൻ്റെ സഹോദരനെ രഹസ്യമായി ഉപദേശിച്ചാൽ അവൻ അയാളോട് നസീഹത്ത് പുലർത്തിയിരിക്കുന്നു, തൻ്റെ സഹോദരനെ അലങ്കരിച്ചിരിക്കുന്നു, അവനെ നന്നാക്കിയിരിക്കുന്നു. മാത്രമല്ല, പൊതുവെ രഹസ്യമായി നസീഹത്ത് കൊടുത്ത ആൾക്കാർ സ്വീകരിക്കുകയും ചെയ്യും. പൊതുവെ ആൾക്കാരെ സ്വീകരിക്കും. വമൻ വഅദഹു അലാനിയതൻ ഫഖദ് ഫദഹഹു വശാനഹു. എന്നാൽ ആൾക്കാരുടെ മുന്നിൽ വെച്ച് നസീഹത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരാളെ വഷളാക്കൽ മാത്രമാണ്. അതുപോലെ അവനെ ആൾക്കാരുടെ മുന്നിൽ വെച്ച് മോശമാക്കലാണ്. അപ്പോൾ രഹസ്യമായി നസീഹത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കാം. ഫുദൈൽ ഇബ്നു ഇയാദ് അദ്ദേഹം പറഞ്ഞു, അൽ മുഅ്മിനു യസ്തുർ വയൻസഹ്. ഒരു മുഅ്മിൻ മറച്ചു പിടിക്കുകയും നസീഹത്ത് കൊടുക്കുകയാണ് ചെയ്യുക. വൽ ഫാജിറു യഹ്തികു വയുഅയ്യർ. എന്നാൽ ഒരു അധർമ്മിയായൊരു മനുഷ്യൻ അവൻ മറ വലിച്ചു ചിന്തുകയും ആളുകളുടെ മുന്നിൽ പരസ്യമാക്കുകയും മോശമാക്കുകയാണ് ചെയ്യുക. അതിൽപ്പെട്ടതാണ് ദീൻ പഠിക്കുന്ന കുട്ടികൾ ഇത് ശ്രദ്ധിക്കണം. ഈ ഇങ്ങനെ വോയിസ് എടുത്ത് വെക്കുക, വേറൊരുത്തൻ്റെ വോയിസ് എടുത്ത് വെക്കുക, അതിന് ഗ്രൂപ്പ് ഉണ്ടാക്കി വെക്കുക, അതിങ്ങനെ കാലാകാലം ഇവനെന്തെങ്കിലും തമാശ പറഞ്ഞാൽ ഇതൊന്നും ഒരു മുഅ്മിന് യോജിച്ച പരിപാടിയല്ല. ഇതൊക്കെ ആൾക്കാർ ചിലപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഏതോ കാലത്ത് പറഞ്ഞൊക്കെ എടുത്തു വെച്ചിട്ട് ഒരാൾക്ക് യോജിച്ചതല്ല ഇത്തരം സ്വഭാവങ്ങൾ. അള്ളാഹുവിൻ്റെ ദീൻ പാലിക്കുക, ജീവിതത്തിൽ പാലിക്കുക, ഖൈർ പറഞ്ഞു കൊടുക്കുക, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. അതായത് ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഒരാൾക്ക് പ്രത്യേകിച്ച് നിൻ്റെ സഹോദരനാകുമ്പോൾ നീ ഒപ്പം പഠിക്കുന്ന കുട്ടികളാണ് അല്ലേ. ഷെയ്ഖ് സുലൈമാൻ റഹൈലി അദ്ദേഹം പറഞ്ഞേക്കാണ്, നിൻ്റെ സുഹൃത്തിനോടുള്ള മര്യാദയിൽപ്പെട്ടതാണ്, അവനോടുള്ള ഹുഖൂഖിൽപ്പെട്ടതാണ് നിങ്ങൾ പഠിക്കുന്ന കുട്ടികളാണ്. സ്വാഭാവികമായിട്ട് നിങ്ങൾക്കിടയിൽ ഖുൽതയുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇടകലർന്നിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നത്. നിങ്ങളുടെ അയ്ബുകൾ പരസ്പരം നിങ്ങൾക്കറിയാൻ സാധിക്കും. മനുഷ്യനാണ്, ചെറിയ പ്രായത്തിൽ പല അയ്ബുണ്ടാവും, വലിയ പ്രായത്തിൽ അയ്ബുണ്ടാവും, മരിക്കുന്നവരെ അയ്ബുണ്ടാവും. നാളെ എന്തെങ്കിലും ഒരിക്കൽ ഇന്ന് നീ മറച്ചു പിടിക്കുന്ന അവൻ്റെ അയ്ബ് നാളെ നീ തെറ്റിയാൽ പുറത്തു പറയാന്നുള്ളത് വളരെ മോശമായ സ്വഭാവമാണ്.
ഷെയ്ഖ് സുലൈമാൻ റഹീൽ അദ്ദേഹം പറഞ്ഞു, നീ അവനോട് നല്ല അവസ്ഥയിലായിരിക്കുമ്പോൾ മറച്ചു വെച്ച തിന്മകൾ നീ തെറ്റിയതിനു ശേഷം പിന്നെ പുറത്തു പറയുന്നത്. സഹോദരങ്ങളെ, നസീഹത്ത് ഒപ്പമുള്ളവരോടുണ്ടാവുക, അധ്യാപകരോടുണ്ടാവുക, ദീൻ പഠിപ്പിക്കുന്ന ആൾക്കാരോട്, സ്ഥാപനത്തിലുള്ള ആൾക്കാരോടുമൊക്കെ അത് പാലിക്കുക. ഫിസ്സിറി വൽ ജഹർ, അതെ, പരസ്യമായിട്ട് നസീഹത്ത് കൊടുക്കണം. ഇപ്പോൾ ഇത്രയും പറഞ്ഞ രഹസ്യം കൊടുക്കാം. ഇപ്പോൾ പരസ്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ? പരസ്യമായിട്ടും കൊടുക്കാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലെ ഒരു മനുഷ്യൻ്റെ അടുത്ത് തിന്മ കണ്ടാൽ നേർക്ക് നേരെ അത് പറയാൻ പറ്റില്ലെങ്കിൽ ഒരു വാതിൽ പറയാം. അവനെ നേരെ കൊള്ളിച്ചുകൊണ്ട് പറയലല്ല, മറിച്ച് പരമാവധി അവന് കൊള്ളാത്ത രൂപത്തിൽ മാത്രം പറയാം. അത് വരുമ്പോൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കുക, അവന് മനസ്സിലാവും ചെയ്യരുത്. ഒരിക്കലും നിങ്ങൾ ദീനിൽ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ സൗകര്യങ്ങൾ നിങ്ങളെ വ്യക്തിപരമായ പ്രയാസങ്ങൾ പരിഹരിക്കാൻ ഉപയോഗിക്കരുത്. ഖുതുബ, ജുമാ ഖുതുബ ഇനി പലർക്കും ഉണ്ടാവും. അപ്പോൾ ഖുതുബ അറിയാൻ പോവാണ്. അപ്പോൾ പള്ളി കമ്മിറ്റിയിലെ പ്രസിഡന്റ് എന്തെങ്കിലും ഒരു ദിവസം പറഞ്ഞു, അപ്പോൾ അടുത്ത ഖുതുബ അയാൾക്കുള്ള മറുപടി, അതിൻ്റെ അടുത്ത ഖുതുബ സെക്രട്ടറിക്കുള്ളത്. ഇത് ചെയ്യരുത്. അള്ളാഹു നൽകിയൊരു സ്ഥാനമാണിത്. ജുമാ ഖുതുബ സംസാരിക്കുക, ദീന് പറയുക, അതൊരിക്കലും നിൻ്റെ വ്യക്തിപരമായ വൈരാഗ്യം തീർക്കാനുള്ള സ്ഥലമായിട്ട് ഉപയോഗിക്കരുത്, ചെയ്യരുത്. ഒരു മനുഷ്യൻ്റെ വളരെ മോശമായ അവസ്ഥകൾപ്പെട്ടതാണ് ഇതൊക്കെ. ഒരാൾക്ക് ഇഖ്ലാസ് ഇല്ല എന്നതിൻ്റെ സൂചനയിൽപ്പെട്ടതാണ്. ഒരിക്കലും ദീൻ പറയുന്ന സ്ഥലം ആൾക്കാരോടുള്ള ദേഷ്യം തീർക്കാൻ ഉപയോഗിക്കരുത്. നീ ദീൻ പറയാ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുള്ള ഒരു വാക്ക് നോക്കുന്നു, മാ ബാലു അഖ്വാമിൻ, ഹദീസ് കേട്ടിട്ടില്ലേ? മാ ബാലു അഖ്വാമിൻ, ചില ആൾക്കാരുടെ അവസ്ഥ എന്താണ്, അവരിങ്ങനെയൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഒരാളെ നേർക്ക് നേരെ ഊന്നി പറയാതെ ഒരു നസീഹത്ത്, ഒരു പൊതുവായ നസീഹത്ത് പറയാം. നേർക്ക് നേരെ അവൻ്റെ തിന്മയെ തന്നെ കുത്തുന്ന രൂപത്തിൽ പ്രസംഗിക്കരുത്. അവനവിടെ സദസ്സിലുണ്ടെങ്കിൽ നിനക്കറിയുമെങ്കിലും, ആൾക്കാർക്കുള്ള തിന്മകൾ എന്താണെന്ന് നമുക്കറിയില്ല, പക്ഷേ ഒരാൾക്കതുണ്ട് എന്നറിയുമ്പോൾ അവനെ തന്നെ വഷളാക്കാൻ വേണ്ടി പറയരുത്. അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽപ്പെട്ടതാണ്. അപ്പോൾ പരസ്യമായി ഉപദേശിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വാതുകളിലോ മറ്റൊക്കെ നിനക്ക് ഉപദേശിക്കാം. അതുപോലെ തന്നെ ഒരാളുടെ തിന്മ അയാൾ തന്നെ പരസ്യമാക്കിയിട്ടുണ്ട്, എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരാൾ ഉപദേശിക്കുന്ന സന്ദർഭത്തിൽ അയാൾ തന്നെ പരസ്യമാക്കിയ ഒരു തിന്മ തിരുത്തുന്ന സന്ദർഭത്തിൽ രഹസ്യ സ്വഭാവം പാലിക്കണമെന്ന് എപ്പോഴും നിർബന്ധം ഇല്ല. കാരണം അയാൾ തന്നെ അത് പരസ്യമാക്കിയിട്ടുണ്ട്, അയാളത് പരസ്യമാക്കുന്നതിൽ കുറവ് കാണുന്നുമില്ല. വൽ ഉസ്താദ ഫഹ്തരിമ, ഉസ്താദിനോട് നിനക്ക് ആദരവുണ്ടായിരിക്കണം. ദീൻ പഠിപ്പിക്കുന്ന ആൾക്കാർ, ഉസ്താദുമാർ, അവരോട് നിങ്ങൾ അദബ് പാലിക്കണം, മര്യാദ പാലിക്കണം. ഇത് പറയുമ്പോൾ പ്രയാസം എന്താ വെച്ചപ്പോൾ ചിലപ്പോൾ നിങ്ങളെ പഠിപ്പിച്ച ആളായിരിക്കും നിങ്ങളോട് പറയുന്നത്. എന്നെ നിങ്ങൾ ആദരിക്കൂ എന്ന് പറയാൻ വേണ്ടിയിട്ടല്ലേ ഇത് പറയുന്നത്. പലപ്പോഴും കിതാബിലെടുത്ത ആലിമിനെ ആദരിക്കണം, നിങ്ങൾ ഇപ്പോൾ ഒരാൾ ചോദിക്കും നിങ്ങളൊക്കെ ആലിമിങ്ങളെ നിങ്ങളെ ആദരിക്കണം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇപ്പോൾ പഠിപ്പിക്കുന്നത് ഒരു വലിയ ആലിമാകട്ടെ ആലിമാകാതെ, നിങ്ങൾക്ക് അലിഫ്ബ പഠിപ്പിച്ചൊരു മനുഷ്യനാണെങ്കിലും അയാൾക്ക് അർഹമായ ആദരവ് കൊടുക്കണം. ദീൻ പഠിപ്പിച്ച ഒരാളോട് ആദരവ് ഉണ്ടായിരിക്കണം. അയാൾ വലിയ ആലിമാകാൻ വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമില്ല, അതൊരു നല്ല സ്വഭാവത്തിൽപ്പെട്ടതുമല്ല. നിന്നെ ദീൻ പഠിപ്പിക്കുന്ന ആളോട് നീ അദബ് പാലിക്കുക. കാരണം നീ നാളെ വലിയ ആലിമീങ്ങളുടെ അടുത്തേക്ക് എത്താനുള്ള ചവിട്ടുപടി ഇയാളാണ്. ഇയാൾ മുഖേനയാണ് നീ അങ്ങോട്ട് എത്തുന്നത്. അപ്പോൾ അവരോട് നിനക്ക് ആദരവുണ്ടായിരിക്കുക. മുഹമ്മദ് ബിൻ മാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ കിതാബിൽ ഈ മിമി എന്ന കവിത നിങ്ങൾ പലപ്പോൾ അറിയുന്നുണ്ടായിരിക്കും. ഷെയ്ഖ് അബ്ദുൾ റസാഖ് അൽ ബദ്ർ ഷർഹ് ചെയ്തിട്ട് കിതാബുണ്ട്, ദർസുണ്ട്, ഷർഹ് അൽ ഖസീദത്തിൽ മിമിയ എന്ന് പറഞ്ഞിട്ട് താലീഖാത്ത് എന്ന് പറയും. ഇതിൽ ഞാൻ പറയുന്ന പലതും ഷെയ്ഖിൻ്റെ കിതാബുള്ളതാണ്. വളരെ കുറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ കൂടുതൽ പറഞ്ഞിട്ടുള്ളൂ. ഷെയ്ഖ് മുഹമ്മദ് ബിൻ മാനി അദ്ദേഹം പറഞ്ഞു, ولا ينبغي له أن يكون لئيما يغتاب معلمه. ഒരു ദീനി വിദ്യാർത്ഥി ഒരിക്കലും തൻ്റെ അധ്യാപകനെ ഗീബത്ത് പറയുന്നവനാകരുത്. ഇതൊക്കെ ചിലപ്പോൾ നമുക്ക് അറിയാതെ പറ്റുന്ന ചില അബദ്ധങ്ങളുണ്ട്. നമ്മൾ പഠിക്കുന്ന കാലത്ത് ചിലപ്പോൾ ഒരു തമാശ പറയും, ചിലപ്പോൾ അധ്യാപകരുടെ ഒരു ശൈലിയെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഒരു പ്രയോഗത്തെക്കുറിച്ച്. അതൊരു താലിബുൽ ഇൽമിന് ചിലപ്പോൾ അനുയോജ്യമല്ല. സ്കൂളൊക്കെ പഠിക്കാൻ പറ്റി നമ്മൾ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അൽഹംദുലില്ലാ സലഫികളായ വിദ്യാർത്ഥികൾ ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ്. അല്ലെങ്കിൽ വട്ടപ്പേര് പറയാനറിയും, ഓരോ അധ്യാപന പേരുണ്ടാക്കിയിട്ടുണ്ടാവും. ഇതൊന്നും ഒരിക്കലും ഒരു ദീൻ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് യോജിച്ചതേ അല്ല. ഇവിടെ ഉണ്ടാവില്ല എന്ന് ഞാൻ ഉറപ്പ് പറയാം, ഇൻഷാ അള്ളാഹ്. പക്ഷേ
ഒരിക്കലും അത് സംഭവിക്കരുത്. വളരെ മോശമായ വികൃതമായ സ്വഭാവത്തിൽപ്പെട്ടത്. എന്നെ പഠിപ്പിക്കുന്ന ഒരാൾ അയാളുടെ അദബില്ലാതിരിക്കുക എന്നുള്ളത്. ഈ കാലഘട്ടത്തിൽ ആധുനിക സമൂഹത്തിൽ പഠനത്തിൻ്റെ ശൈലി തന്നെ പഠിപ്പിക്കുന്ന ആളെ ബഹുമാനിക്കേണ്ടതില്ല എന്നതാണ്. അധ്യാപകൻ വരും, വിദ്യാർത്ഥിയും വരും, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എടാപോടാന്ന് വിളിക്കും. അങ്ങനെയാണ് അവർ പഠിപ്പിക്കുക. പക്ഷേ ദീൻ അങ്ങനെയല്ല, അള്ളാഹുവിൻ്റെ ദീൻ അങ്ങനെയല്ല. ദീൻ പഠിപ്പിക്കുന്ന ആൾക്ക് അയാളുടെ പരിഗണനയുണ്ട്. ദീനല്ല എന്ത് പഠിപ്പിക്കുന്ന ആൾക്കും അയാൾ പഠിപ്പിക്കുന്ന ഒരാൾക്കുള്ള പരിഗണന ഉണ്ട്. ومن يشاركه في الدرس من الطلبة ويقابل الحسنة بالسيئة. ഒരിക്കലും അവനോട് ചെയ്ത നന്മകൾക്ക് പകരമായി അവൻ തിന്മ ചെയ്യരുത്. യഥാർത്ഥത്തിൽ ഉസ്താദ്മാരോടുള്ള ബാധ്യത എന്താ? അവർക്ക് വേണ്ടി ദ്വാ ചെയ്യാന്നുള്ള. ഒരാൾ ദ്വാ ചെയ്യുന്നില്ല എന്നുള്ളതിന് പകരം അയാളെ കുറ്റം കൂടി പറഞ്ഞാലോ എത്ര മോശമാണ് അയാൾ ചെയ്യുന്നത്. അത് ശരിയായ കാര്യമല്ല. വൽവാജിബു അലൈഹി അൽഇഅ്തിറാഫു ബിഫദ്ലിഹി. അവൻ്റെ മേലുള്ള നിർബന്ധ ബാധ്യത എന്നാൽ ഉസ്താദ് അയാൾക്ക് ഇവൻ്റെ മേലുള്ള മേന്മ, അയാൾ ചെയ്തു കൊടുത്ത ഔദാര്യങ്ങൾ, ഖൈറുകൾ, നന്മകൾ തിരിച്ചറിയാന്നുള്ളതാണ്. വദ്ദുആഉ ലഹു, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ്. വനശ്റു മഹാസിനിഹി വൽ കഫ്ഫു അൻ മസാവിഹി, അദ്ദേഹത്തിൻ്റെ നന്മകൾ ആളുകൾക്ക് എത്തിക്കുകയും തിന്മകളിൽ നിന്ന് തിന്മകൾ മറച്ചു പിടിക്കുകയും ചെയ്യുക എന്നതാണ്. നോക്കൂ, റബീഉ ഇബ്നു സുലൈമാൻ അദ്ദേഹം പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊക്കെ ആദാബിൻ്റെ കിതാബുകൾ കാണാൻ നിൽക്കുക. വല്ലാഹി മജ്തറഅതു അൻ അശ്റബൽ മാഅ വശാഫിഈ യൻദുറു ഇലയ്യ ഹൈബതൻ ലഹു. റബീഉ അദ്ദേഹം പറയാണ്, ഇമാം ഷാഫിയുടെ ശിഷ്യന്മാരിൽ പ്രമുഖനാണ് അദ്ദേഹം പറയാണ്, ഇമാം ഷാഫിഈ നോക്കി നിൽക്കുമ്പോൾ ഞാൻ ഒരു ഗ്ലാസ്സിൽ വെള്ളം കുടിക്കുക എന്നതുപോലും ഉണ്ടായിട്ടില്ല. ഹൈബത്തൻ ലഹു, അദ്ദേഹത്തോടുള്ള ആദരവ് കാരണത്താൽ. അദ്ദേഹം നോക്കി നിൽക്കുന്ന സമയത്ത് ഉസ്താദിനോട് ആദരവ് കാരണത്താൽ. എല്ലാവരും വെള്ളം കുടിക്കരുത് അങ്ങനെയല്ലേ പറയാം. ഓരോരുത്തർക്കും ഓരോ സാഹചര്യമുണ്ട്. ഓരോ അധ്യാപകർക്കും ഓരോ പദവി ഉണ്ടായിരിക്കാം. ചിലർ ചിലപ്പോൾ നിങ്ങളെ കൂടുതൽ അടുപ്പിച്ച ആൾക്കാരുണ്ടായിരിക്കും. പക്ഷെ ഒരു ഉസ്താദിനോട് പൊതുവെ ആദരവ് കാണിക്കണമെന്ന് പറയാനാണ് ഞാൻ പറയുന്നത്. ചില കാര്യങ്ങൾ വാക്കർത്ഥത്തിൽ നിങ്ങൾ എടുക്കരുത്. ഇനി ഞാൻ വെള്ളം കുടിക്കില്ല, ഉസ്താദ് ഇത്ര ദാഹിച്ചാൽ അങ്ങനെ നിൽക്കും, അങ്ങനെയല്ല. ചിലപ്പോൾ കുടിക്കാം. വെള്ളം കുടിക്കരുത് എന്നതല്ല അതിലെ പാഠം. വെള്ളം കുടിക്കരുത്, ഉസ്താദ് നിൽക്കുമ്പോൾ വെള്ളം കുടിക്കരുത് എന്നതല്ല അതിലെ പാഠം. മറിച്ച് ഉസ്താദിനോട് ആദരവായി പരിഗണിക്കപ്പെട്ടേക്കാവുന്നൊരു കാര്യം നിങ്ങൾ ചെയ്യണമെന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ചിലപ്പോൾ ഒരാൾ വെള്ളം കുടിക്കുന്ന ഒരു അനാദരവായി ഒരിക്കലും പരിഗണിക്കപ്പെടുകയില്ല. പക്ഷെ മുൻഗാമികൾ അങ്ങനെ പരിഗണിക്കപ്പെട്ട കാര്യങ്ങൾ അവർ ശ്രദ്ധിച്ചിരുന്നു. ഷാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയും, കുൻതു അസ്ഫഹുൽ വറഖത ബൈന യദൈ മാലികിൻ സഫ്ഹൻ റഖീഖൻ ഹൈബതൻ ലഹു ലിഅല്ലാ യുസ്മഅ വഖഉഹാ. ഞാൻ ഇമാം മാലിക്കിൻ്റെ മുൻപിലായിരിക്കുമ്പോൾ പുസ്തകത്തിൻ്റെ ഏടുകൾ മറിച്ചിരുന്ന് വളരെ പതുക്കെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സദസ്സിൽ ഞാൻ ഈ പേജ് മറിക്കുന്ന ശബ്ദം പുറത്തേക്ക് വന്ന് അദ്ദേഹത്തിന് ഒരു പ്രയാസം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി. എവിടെയാണ് ചില ആൾക്കാർ കുട്ടികൾ ക്ലാസ്സിൽ വന്നാൽ ഫസ്റ്റ് ഉസ്താദ് വന്നു കഴിഞ്ഞാൽ കിതാബ് എടുക്കും. കുറച്ച് നേരം ക്ലാസ്സിൽ പേജ് മറിക്കുന്ന ഒച്ചയായിരിക്കും. അപ്പം അങ്ങനെ ചെയ്യാതെ ഉസ്താദ് വരുന്നതിന് മുൻപ് പുസ്തകം റെഡിയാക്കി വെക്കുക, തയ്യാറായിരിക്കുക. ഇത് ഉസ്താദിനോട് പാലിക്കാവുന്ന അദബുകളിൽ പെട്ടതാണ്. ومرحبا قل لمن يأتيك يطلبه وفيه محفظ وصايا المصطفى بهم. നിന്റെ അടുത്തേക്ക് ദീൻ പഠിക്കാൻ വരുന്നവരോട് നീ പറയാം മർഹബൻ, മർഹബൻ സ്വാഗതം എന്ന് പറയും. മർഹബൻ എന്ന് വെറുതെ നാവ് കൊണ്ട് പറയുന്നത് മാത്രമല്ല, മറിച്ച് നാവ് കൊണ്ടും ഹൃദയം കൊണ്ടും നിന്റെ പ്രവൃത്തി കൊണ്ടും അങ്ങനെ പറയുക. ദീൻ പഠിക്കാൻ വരുന്ന ആൾക്കാർ, ദീൻ പഠിക്കാൻ ഒരാൾ നിന്റെ അടുത്ത് വരാന്നുള്ളത് അവൻ നിന്നോട് ചെയ്യുന്നൊരു സഹായമാണ്. നീ തിരികെ പഠിച്ചു, നിന്റെ അടുത്ത് ഒരാൾ പഠിക്കാൻ വന്നിട്ടില്ലെങ്കിലോ? നീ പഠിച്ചത് ആളുകൾക്ക് എത്തിയാൽ ഒന്ന് ആലോചിച്ച് നോക്ക്, മരിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഇദാ മാതൽ ഇൻസാനു ഖതഅ അൻഹു അമലുഹു ഇല്ലാ മിൻ സലാസ്. ഒരു മനുഷ്യൻ മരിച്ചാൽ 3 കാര്യം ഒഴികെ ബാക്കിയെല്ലാം അവസാനിക്കും. ഈ 3 കാര്യങ്ങളിൽ ഏറ്റവും അധികം കാലം നിലനിൽക്കുന്നത് അവൻ പ്രചരിപ്പിച്ച ഇൽമാണ്. വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, അവനു വേണ്ടി പ്രാർത്ഥിക്കുന്ന സാലിഹായ സന്താനം. അത് ആ കുട്ടി മരിച്ചാൽ കഴിഞ്ഞു. സദഖത്തുൻ ജാരിയ, ജാരിയത്തായ സദഖ, അത് നിലനിൽക്കുന്നിടത്തോളം നിലനിൽക്കും. കഴിഞ്ഞാൽ അത് കഴിഞ്ഞു, സമ്പത്ത് അവസാനിക്കും.
എന്നാൽ വഇൽമുൻ യുൻതഫഉ ബിഹി, ജനങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന വിജ്ഞാനം അത് ആളുകളിൽ നിന്ന് ആളുകളിലേക്ക് പകർന്നുകൊണ്ടേയിരിക്കും. അള്ളാഹു ആകട്ടെ മനുഷ്യരുടെ പ്രവർത്തനങ്ങളും അതിൻ്റെ ആധാറുകളും രേഖപ്പെടുത്തുന്നതാണ്. അള്ളാഹുവിൻ്റെ അടുത്ത് ഇതിൻ്റെ കണക്കുണ്ട്. ഏറ്റവും അഫ്ളലായ കാര്യങ്ങൾപ്പെട്ട് ഇതിന് നിൻ്റെ അടുത്തേക്ക് ആൾക്കാരെ കിട്ടുക എന്നുള്ളത് നിനക്ക് ഖൈറാണ്. യഥാർത്ഥത്തിൽ നീയാണ് ഇതുകൊണ്ട് ഉപകരിക്കുന്ന ആൾ, നിനക്കാണ് ഇതിൻ്റെ ഉപകാരം. ഒരാൾ നിൻ്റെ അടുത്ത് വന്ന് പഠിക്കുമ്പോൾ അതുകൊണ്ട് വന്ന് പഠിക്കുന്ന ആളുകളെ അകറ്റുന്ന സ്വഭാവം കാണിക്കരുത്. ലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബി ലൻഫദ്ദു മിൻ ഹൗലിക്. നീ എങ്ങാനും പരുഷ ഹൃദയനായിരുന്നെങ്കിൽ നബിയെ, ആളുകളെല്ലാം നിൻ്റെ ചുറ്റുപാടിൽ നിന്ന് അകന്നു പോകുമായിരുന്നു. ദീൻ പഠിക്കാൻ വരുന്നവനോട് അവന് വേണ്ടി പ്രയാസം അനുഭവിക്കുക. അവന് വേണ്ടി ഷെയ്ഖ് നദീർ ഹുസൈൻ ദഹ്ലവി അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഹദീസ് കേൾക്കാൻ വന്ന പണ്ഡിതന്മാരിൽ ഒരാളുടെ ചരിത്രം വായിച്ചതായിട്ട് ഓർക്കുന്നു. സൗദി അറേബ്യയിൽ നിന്നോ മറ്റോ അറേബ്യൻ നാടുകളിൽ നിന്നൊരു ഷെയ്ഖ് നദീർ ഹുസൈൻ ദഹ്ലവി, ഇന്ത്യക്കാരനായ പണ്ഡിതനായിരുന്നു, അദ്ദേഹത്തിൻ്റെ അടുത്ത് ദീൻ പഠിക്കാൻ വേണ്ടി വന്നു. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി. ഒരാൾ വന്ന് പെട്ടിയൊക്കെ എടുത്ത് വണ്ടിയിൽ വെച്ചു. പിന്നെ കാറിൽ കയറ്റിയിട്ട് മദ്രസയിൽ കൊണ്ടുപോയി ആക്കി. അദ്ദേഹം മദ്രസയിൽ എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പെട്ടിയൊക്കെ എടുത്തിട്ട് ഇയാൾ കൊണ്ടുപോയിട്ട് റൂമിൽ വെച്ചു കൊടുത്തു. അങ്ങനെ അദ്ദേഹം ആ മദ്രസയിലുള്ള പ്രധാനപ്പെട്ട ആളെ അന്വേഷിച്ച് അവിടെ പോയി ചെന്നു. പറഞ്ഞു, ഞാനിങ്ങനെ നദീർ ഹുസൈൻ ദഹ്ലവിയുടെ അടുത്ത് പഠിക്കാൻ വേണ്ടി വന്നതാണ്. അദ്ദേഹം എവിടെ? നിങ്ങളിപ്പോൾ അദ്ദേഹത്തെ കണ്ടിട്ടാണോ വന്നത്? ഞാനിവിടെ കണ്ടു. നിങ്ങൾ പെട്ടിയൊക്കെ എടുത്ത് വെച്ചത് നദീർ ഹുസൈൻ ദഹ്ലവിയായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്. മനുഷ്യർക്ക് അഭിനയിച്ചാൽ സുബ്ഹാനല്ലാഹ് ഇങ്ങനെ ഒരാൾക്ക് ചെയ്യാൻ പറ്റുമോ? അവരുടെ വിനയം അതായിരുന്നു. ഒരാളടുത്ത് ദീൻ പഠിക്കാൻ വരുന്ന ഒരാൾ അവർ കണ്ടത് അങ്ങനെയാണ്. നമുക്കത് ചെയ്യാൻ പറ്റുമോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. മനുഷ്യരുടെ ദീൻ പഠിക്കാൻ വരുന്ന അയാളെ പെട്ടിയും കിടക്കൊക്കെ എടുത്തിട്ട് നമ്മൾ നടക്കുക എന്നുള്ളത്. ഉലമാക്കൾ, പണ്ഡിതന്മാർ അവരുടെ അടുത്ത് ദീൻ പഠിക്കാൻ വരുന്ന ആൾക്കാരെ പരിഗണിക്കുക എന്നുള്ളത് ആവശ്യമാണ്. കഴിഞ്ഞുപോയ വലിയ വലിയ പല പണ്ഡിതന്മാരും ദീൻ പഠിക്കാൻ ആൾക്കാരില്ലാതെ വിഷമിച്ചിട്ടുണ്ട്. ഒരാളവൻ്റെ അടുത്ത് പഠിക്കാനില്ലാതെ വിഷമിച്ചിട്ടുണ്ട്. നിൻ്റെ അടുത്ത് നിന്ന് ഒരാൾ പഠിക്കാൻ വരിക എന്നുള്ളത് മുൻപ് അവിടെ പറഞ്ഞ പോലെ അല്ലേ. ചിലർ പറഞ്ഞു, മൻ ഹദ്ദസനി ബി ഹദീസിൻ സിർതു ലഹു അബ്ദ. എന്നോടൊരു ഹദീസ് എനിക്കൊരാൾ പറഞ്ഞു തന്നാൽ ഞാൻ അവൻ്റെ അടിമയായിക്കൊള്ളാം. എനിക്കൊരു ഹദീസ് കിട്ടിയാൽ ഞാൻ അവൻ്റെ അടിമയാകാൻ തയ്യാറാണ്. അള്ളാഹുവിൻ്റെ റസൂൽ ദീൻ പഠിപ്പിച്ചെന്നാൽ. അപ്പോൾ ചിലർ തിരിച്ചു പറഞ്ഞു, മൻ സമിഅ അന്നി ഹദീസൻ സിർതു ലഹു അബ്ദൻ. ആരെങ്കിലും എൻ്റെ അടുത്തൊരു ഹദീസ് കേൾക്കുകയാണെങ്കിൽ ഞാൻ അവൻ്റെ അടിമയാകാൻ തയ്യാറാണ്. ഇത് പരസ്പര പൂരകങ്ങളാണ്. ഞാനും എന്ത് ചെയ്ത് ഉസ്താദിൻ്റെ പെട്ടിയെടുക്കാമെന്ന് വിചാരിക്കരുത്. ഞാൻ ഉസ്താദിൻ്റെ അടുത്ത് പഠിക്കണം, ഉസ്താദിൻ്റെ എൻ്റെ പെട്ടിയെടുക്കാത്ത അങ്ങനെ വിചാരിക്കരുത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കാര്യമാണ്. ഒരു മനുഷ്യൻ ഉസ്താദിനെ ആദരിക്കുക എന്നുള്ളതും ഉസ്താദ് അവൻ്റെ അടുത്ത് പഠിക്കാൻ വരുന്നവനെ ആദരിക്കുക എന്നുള്ളതും പരസ്പരം നിലനിൽക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് നോക്കൂ, നിങ്ങൾ മുൻഗാമികൾ ചിലർ പറഞ്ഞ പോലെ അവർ ആദ്യം പഠിപ്പിച്ചിരുന്ന ഹദീസ് അർഹമു മൻ ഫിൽ അർദി അർഹമുക്കും മൻ ഫിസ് സമാ എന്ന ഹദീസാണ്. ചിലത് പറഞ്ഞതായി കാണാം. അല്ലാഹു അലം. മുസൽസല എന്ന ഹദീസ് സ്ഥിരപ്പെട്ടിട്ടില്ലെങ്കിൽ എന്നോട് ആദ്യം പറഞ്ഞ ഹദീസ്, എന്നോട് എൻ്റെ ഉസ്താദ് ആദ്യം പറഞ്ഞ ഹദീസ് എന്ന രൂപത്തിൽ വന്ന ഹദീസാണത്. പക്ഷെ അങ്ങനെ വന്നത് സ്ഥിരപ്പെട്ടിട്ടില്ല. എന്നാലും ചിലർ പറഞ്ഞു പണ്ഡിതന്മാർ ആദ്യം പഠിപ്പിച്ചിരുന്ന ഹദീസാണ് ഏത്? അർഹമു മൻ ഫിൽ അർദ് അർഹമുക്കും മൻ ഫിസ് സമാ. ചില പണ്ഡിതന്മാർ അതിന് കാരണം പറഞ്ഞു. കാരണം ഒരു അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള ബന്ധം റഹ്മത്തിൻ്റെതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും റഹ്മത്തിൻ്റെതാണ്. അത് ശ്രദ്ധിക്കണം. അപ്പോൾ നിൻ്റെ അടുത്ത് പഠിക്കാൻ വരുന്നവർ അവരോട് ഹൃദയം കൊണ്ടും നാവ് കൊണ്ട് എങ്ങനെ അവരുടെ നല്ല വാക്ക് പറയുക, അവർക്ക് പ്രയാസമുണ്ടായാൽ അവരെ സഹായിക്കുക, സമാധാനിപ്പിക്കുക, ആശ്വസിപ്പിക്കുക, രോഗം വന്നാൽ വിളിച്ചന്വേഷിക്കുക. രോഗം വന്നാൽ എൻ്റെ ഉസ്താദ്മാരിൽ ഒരാളൊരിക്കൽ എനിക്ക് അസുഖമായിട്ട് വീട്ടിൽ പോയ സമയത്ത് എന്നെ വിളിച്ചു, അസുഖം മാറിയെന്നറിയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സാധാരണ നമ്മൾ കേൾക്കാറുള്ള ലീവ് നീണ്ടു പോയി കഴിഞ്ഞാൽ വിളിച്ചു വയ്ക്കുമല്ലോ. ഞാൻ പറഞ്ഞു, ഉസ്താദ് ഞാൻ അപ്പം തന്നെ വരും. അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു, അല്ല ഞാനൊരിക്കലും നീ എപ്പോൾ വരുന്നറിയാൻ വേണ്ടി വിളിച്ചത്, എൻ്റെ അസുഖം മാറിയോ എന്നറിയാൻ വേണ്ടി വിളിച്ചാൽ. അസുഖം സുഖമായോ, എന്തായി വിശേഷം, ഡോക്ടറെ കാണിച്ചോ? ഒരു ഉസ്താദിൻ്റെ അടുത്ത് ലഭിക്കാവുന്ന വളരെ നല്ല പെരുമാറ്റമാണത്. നിനക്ക് അസുഖമായി കഴിഞ്ഞാൽ തിരിച്ചു അതേപോലെ തന്നെ ഉസ്താദിന് അസുഖമായാലും അങ്ങോട്ട് വിളിച്ചു വയ്ക്കാറുണ്ട്. അപ്പോൾ നാവ് കൊണ്ട് അവരോട് നല്ല രൂപത്തിൽ പെരുമാറുക, അതുപോലെ തന്നെ അമൽ കൊണ്ട് അവരെ സഹായിക്കുക. എൻ്റെ അടുത്ത് പഠിക്കാൻ വരുന്ന ആൾക്കാർക്ക് സഹായം ചെയ്യാവുന്ന എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ സഹായിക്കുക.
ഷെയ്ഖ് ബിൻ ബാസ് റഹിമഹുല്ലാ ജാമിഅൽ ഇസ്ലാമിയയുടെ മദീനയിലെ ജാമിഅ ഇസ്ലാമിയയുടെ റഈസ് അദ്ദേഹമായിരുന്നു. ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞേക്കണം, അദ്ദേഹം പിന്നെ ജാമിഅ ഇസ്ലാമിയയിൽ കുട്ടികളെ അവരുടെ കുടുംബക്കാരെ കൊണ്ടുവരാനുള്ള കാര്യം അവർക്ക് അനുമതി കൊടുക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ച നടന്നു വലിയ മജ്ലിസിൽ. ഉദ്യോഗസ്ഥരും അധ്യാപകരും ഒക്കെ ഉണ്ട്. ഷെയ്ഖ് ഇബ്നു ബാസ് എന്ന റഈസാണ്. ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ പറയുന്നത് അങ്ങനെ രാവിലെ തുടങ്ങിയ ചർച്ച ഏതാണ്ട് ദുഹർ നിസ്കാരം വരെ നീണ്ടു. ഷെയ്ഖ് ഇബ്നു ബാസിൻ്റെ അഭിപ്രായം കുട്ടികൾക്ക് അവരുടെ കുടുംബത്തെ കൊണ്ടുവരാൻ അനുവാദം കൊടുക്കണം, അതിന് സഹായം ചെയ്യണം എന്നതായിരുന്നു. ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ പറയുന്നത് ദുഹർ വരെ ചർച്ച തന്നെ. നമ്മളെല്ലാവരും പറഞ്ഞു പറ്റൂല, ചിലവ് താങ്ങൂല, ജാമ്യക്ക് ഇതൊരിക്കലും കുട്ടികളെ അധ്യാപകർ കുടുംബക്കാരെ കൂടി നോക്കാനുള്ള ചിലവുണ്ടാവില്ല. ദുഹർ നിസ്കാരത്തിന് ശേഷം ഷെയ്ഖ് വന്നിട്ട് ഇബ്നു ബാസ് റഹിമഹുല്ലാ അദ്ദേഹം സദസ്സിൽ വന്നിരുന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ജാമ്യയിലെ കുട്ടികളുടെ കുടുംബത്തെ കൊണ്ടുവരാനുള്ള ചിലവ് ഞാൻ ഏറ്റെടുക്കുന്നത്. ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ പറയുന്നത് അന്ന് ആ സദസ്സിലുണ്ടായിരുന്ന എല്ലാവരും കരഞ്ഞു. ഇബ്നു ബാസ് ആകട്ടെ വലിയ പണം ഉണ്ടായിരുന്ന ആളൊന്നല്ല, പക്ഷെ അദ്ദേഹത്തെ അള്ളാഹുൽ തവക്കുലുണ്ടായിരുന്നു. നമുക്ക് ഇത്രയും നാട്ടിൽ നിന്ന് ഓരോ വിദ്യാർത്ഥിയുടെയും കുടുംബത്തെ കൊണ്ടുവരാനുള്ള ചിലവ് അദ്ദേഹം ഞാൻ ഏറ്റെടുക്കുന്നത്. അങ്ങനെ ജാമ്യം പിന്നീട് കുട്ടികൾക്ക് അവരുടെ കുടുംബത്തെ കൊണ്ടുവരാൻ അനുവാദം കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഖിദ്മത്താണ്, തൊല്ലാബുൽക്കുള്ള ഖിദ്മത്താണ്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ ഇന്നത്തെ ചരിത്രം നിങ്ങൾ എടുത്തു നോക്കിയാൽ വിചിത്ര, നമ്മൾ ചിലത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇങ്ങനെ മനുഷ്യൻ ജീവിച്ചിട്ടില്ലാന്ന് തോന്നും. അതോടൊപ്പം നമുക്ക് തോന്നും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് അത്ഭുതം തോന്നും. ഒരു മുസ്ലിമായ മനുഷ്യൻ ഒരിക്കൽ ഇബ്നു ബാസിൻ്റെ അടുത്ത് വന്നിട്ട് 5-6 ദിവസം താമസിച്ചിട്ട് അയാൾ തിരിച്ചു പോകുമ്പോൾ പറഞ്ഞു, വേറെ ആരോടും അയാൾ പറഞ്ഞു, ഞാൻ ഇബ്നു ബാസിൻ്റെ ഒപ്പം 5-6 ദിവസം ജീവിച്ചു. ഈ ദിവസം അത്രയും ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്ന അള്ളാഹുവിൻ്റെ റസൂൽ എങ്ങനെ ഇരിക്കുന്നത്, ഈ മനുഷ്യൻ ഇങ്ങനെയാണ് പെരുമാറുന്നത് എങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ പെരുമാറ്റം എന്തായിരിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉലമാക്കൾ അവരുടെ ചരിത്രങ്ങൾ ഇന്ന് ധാരാളം പാഠങ്ങളുണ്ട്. ഷെയ്ഖ് ബിൻ ഉസൈമീൻ അദ്ദേഹത്തിൻ്റെ ചരിത്രം എടുത്തു നോക്കിയാൽ കാണാം. ദീൻ പഠിപ്പിക്കുന്ന അദ്ദേഹത്തിനുണ്ടായിരുന്ന താബ്, അദ്ദേഹം സഹിച്ച ക്ഷീണവും പ്രയാസവും എടുത്ത് വായിച്ചാൽ നമുക്ക് തോന്നുന്നു റബ്ബി ഇവരെങ്ങനെയാണ് ഇത് ചെയ്തത് തോന്നും. രാവിലെ എണീച്ച് സുബഹിക്ക് എണീച്ച് പള്ളിക്ക് പോവുക, 1 കിലോമീറ്റർ നടക്കണം. നടന്നു പോയുന്ന സമയത്താണ് ഷെയ്ഖ് ദിക്റുകൾ ചൊല്ലിയിരുന്നത്. മസ്ജിദിലെത്തിക്കഴിഞ്ഞാൽ കുട്ടികളെ കാര്യങ്ങളൊക്കെ നോക്കും, മസ്ജിദ് നിസ്കരിക്കും. ഷെയ്ഖിൻ്റെ തർജ്ജമ എടുത്ത് വായിച്ചാൽ കാണും. പിന്നീട് ഷെയ്ഖ് തിരിച്ചു പോകുമ്പോൾ, മസ്ജിദ് തിരിച്ചു പോകുമ്പോൾ ഓരോ കുട്ടികളെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഇത്ര കുട്ടികൾക്ക് ഇത്ര സമയം വരെ കിതാബ് വായിക്കാം. നടന്നു പോകുമ്പോൾ കിതാബ് വായിച്ചിട്ടാണ് ഷെയ്ഖ് നടന്നു പോകുന്നത്, വീട്ടിലേക്ക് നടന്നു പോകുന്നത്. അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഷെയ്ഖ് വിശദീകരിച്ച കിതാബുകൾ പിന്നീട് മത്ബൂഅ കിതാബായി പുറത്തിറങ്ങിയിട്ടുണ്ട്. നടന്നു പോകുമ്പോൾ ഷെയ്ഖിനോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് പറഞ്ഞ ഉത്തരങ്ങൾ മാത്രം ക്രോഡീകരിച്ച് ഫതാവ അല തരീഖ്, വഴിയിൽ കൊടുത്ത ഫത്വകൾ എന്ന പേരിൽ ഒരു കിതാബുണ്ട്. നോക്കൂ, സുബ്ഹാനല്ലാഹ്, മനുഷ്യൻ്റെ ഇൽമ് നോക്കൂ, ഇൽമിന് വേണ്ടിയുള്ള പ്രയാസം നോക്കൂ. അവസാനം അദ്ദേഹത്തിന് സുഖമില്ലാതെ ക്യാൻസർ ബാധിച്ചിട്ടാണ് അദ്ദേഹം വഫാത്ത് റഹിമഹുല്ലാ. അസുഖം ബാധിച്ച അവസ്ഥയിൽ അദ്ദേഹം ജിദ്ദയിൽ ഹോസ്പിറ്റലിലാണ്. മക്കൾ പറഞ്ഞു, അദ്ദേഹം വന്ന് നിങ്ങൾ ഷെയ്ഖിൻ്റെ അവസാനത്തെ ദർസ് എടുത്ത് നോക്കിയാൽ കാണാം, ഇതിനെ കുറിച്ചുള്ളൊരു ക്ലാസ്സാണ്, മസ്ജിദുൽ ഹറമിൽ നടത്തിയ ക്ലാസ്. ആ ദർസിന് പോകാൻ മക്കൾ അദ്ദേഹത്തെ സമ്മതിച്ചില്ല, പോകരുതെന്നാണ്. അദ്ദേഹം നിങ്ങൾ എന്നെ സമ്മതിച്ചില്ലെങ്കിൽ ടാക്സി വിളിച്ചു പോകുന്നതാണ്. അങ്ങനെ മക്കൾ ഓക്സിജൻ ടാങ്കും കാര്യങ്ങളൊക്കെ ഒപ്പം എടുത്ത് ഷെയ്ഖിനെ വണ്ടിയിൽ കയറ്റിയിട്ട് മസ്ജിദുൽ ഹറമിൽ പോയി. അന്ന് അദ്ദേഹം എടുത്ത ദർസ് ഓഡിയോ നിങ്ങൾക്ക് ലഭ്യമാണ്. അതിൽ അദ്ദേഹത്തിൻ്റെ പ്രയാസം നിങ്ങൾക്ക് മനസ്സിലാവും ക്ലാസ് എടുക്കുന്നതിൽ. ഇബ്നു ബാസിനെ കുറിച്ച് പറഞ്ഞേക്കാണ്, അദ്ദേഹം ദർസ് എടുക്കാൻ ചില സമയത്ത് തലവേദന കൊണ്ട് ശക്തമായിട്ടാണ് വരിക. തലവേദന മാനിക്കാതെ തൻ്റെ തലയിൽ മുറുക്കിയിട്ട് ഒരു തുണി കെട്ടിയിട്ടായിരിക്കും അദ്ദേഹം ചിലപ്പോൾ ദർസ് എടുക്കാറുണ്ടായിരുന്നു. തലവേദന വലിയ തലവേദനയുണ്ട്. പക്ഷേ നമുക്ക് ഇൽമിന് വേണ്ടി അവർ സഹിച്ച പ്രയാസങ്ങളാണ്. ദീൻ പഠിപ്പിക്കാൻ നീ ഒരാളെ പഠിപ്പിക്കുന്നത്, നീ പഠിക്കുന്നത്, ഇതൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ പുണ്യമുള്ള കാര്യമാണ്. മാത്രമല്ല അദ്ദേഹം പറഞ്ഞു, വഫീഹി മഹ്ഫദ് വസായൽ മുസ്തഫ ബിഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീൻ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ വിഷയത്തിൽ പറഞ്ഞ വസിയത്ത് നീ ഓർക്കുക. അവിടുന്ന് പറഞ്ഞു, ഇന്നന്നാസ ലക്കും തബഅ, സഹാബികളോട് പറഞ്ഞാണ്, ജനങ്ങൾ നിങ്ങളെ പിൻപറ്റുന്നവരാണ്. വഇന്ന റിജാലൻ യഅതൂനകും മിൻ അഖ്താറിൽ അർദീന യതഫഖഹൂന ഫിദ്ദീൻ, ഭൂമിയുടെ പല ഭാഗങ്ങളിൽ നിന്ന് ജനങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് ദീൻ പഠിക്കാൻ വന്നെത്തുന്നതാണ്. ഫഇദാ അതൗകും ഫസ്തൗസൂ ബിഹിം ഖൈറാ, അവർ നിങ്ങളുടെ അടുത്ത് വന്നാൽ
നിങ്ങൾ അവരോട് നല്ല വിധത്തിൽ പെരുമാറുക. ഞാൻ നിങ്ങളോട് അവരുടെ കാര്യത്തിൽ വസിയത്ത് ചെയ്യാം. ദീൻ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അവരോട് നമുക്ക് പരിഗണന ഉണ്ടായിരിക്കണം. ഈ വസിയത്ത് എല്ലാവർക്കും ബാധകമാണ്. ഈ പള്ളിയിൽ വരുന്ന, മസ്ജിദിൽ നിസ്കരിക്കാൻ വരുന്ന ആൾക്കാർക്ക് ഇത് ബാധകമാണ്. അതുപോലെ തന്നെ മസ്ജിദ് കൊണ്ടെടുക്കുന്ന ആൾക്കാർക്ക് ബാധകമാണ്, ഉസ്താദുമാർക്കും. ഇനി നിങ്ങൾ നാളെ പഠിപ്പിക്കാൻ തന്നെ നിങ്ങൾക്ക് ബാധകമാണ്. ദീൻ പഠിക്കുന്നവരോട് നല്ല രൂപത്തിൽ പെരുമാറുക എന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയത്താണ്. നിങ്ങൾ ആരും ചായ അടിച്ചിട്ടില്ലല്ലോ? ഇല്ലല്ലോ? 10 മിനിറ്റ് ഉണ്ട്. നിങ്ങൾ ചായ അടിച്ചോളൂ ഇൻഷാ അല്ലാഹ്. ചായ അടിച്ചിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് മഗ്‌രിബിന് ശേഷം ദർസ് പൂർത്തീകരിക്കാം. വഹാദ വല്ലാഹു തആല അഅലം ബിസ്സവാബ്. സല്ലല്ലാഹു വസല്ലം ബാറക നബിന മുഹമ്മദ്.